Hello everyone, good evening. Welcome back to Edfil Learning. Welcome to this marathon. So today we will be looking at literary terms. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ലിറ്ററി ടേംസ് ആണ്. ഓൾ റൈറ്റ്, സോ നെറ്റ് പെർസ്പെക്റ്റീവ് എന്ന ലിറ്ററി ടേംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ക്യാൻ എക്സ്പെക്ട് ലൈക്ക് ഒരു 10 to 15 questions from literary terms. But what exactly is literary terms? Literary terms എന്ന് പറഞ്ഞാൽ എന്താണ്? Literary terms എന്ന് പറയുമ്പോൾ ലിറ്റററി അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള terms. Okay, there will be a lots of ഒരുപാട് literary devices ഉണ്ട്, rhetorical devices ഉണ്ട്, figure of speeches ഉണ്ട്, കുറെ ടെക്നീക്സുകൾ ഉണ്ട്, നറേറ്റീവ് ടെക്നീക്സ് ഉണ്ട്. Okay, so today we'll be നമുക്ക് കഴിയുന്ന അത്രയും വിൽ ബി കവറിങ് നമുക്ക് കഴിയുന്ന അത്രയും ലിറ്ററി ഡിവൈസസ് ആൻഡ് ടേംസ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. ഓക്കെ, ആൻഡ് അലോങ് വിത്ത് ലിറ്ററി ടേംസ്, അതായത് നോട്ട് ഓൺലി ജസ്റ്റ് ലിറ്ററി ഡിവൈസസും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ സം ക്രിട്ടിക്കൽ ടേംസ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ടേംസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. Okay, so critical terms which is related to criticism and theory, literary theory മായി ബന്ധപ്പെട്ട് എക്സാമിനൊക്കെ ഇപ്പം അധികം അതൊക്കെയാണ് ചോദിക്കാറുള്ളത്. പാനപ്റ്റിക്കോൺ, പിന്നെ അതേപോലെ ഇന്റർപെല്ലേഷൻ, ഇങ്ങനത്തെ കുറെ ക്രിട്ടിക്കൽ ടേംസ് ഉണ്ട്. അപ്പൊ അതും ബൈ ദി ഒരു നെക്സ്റ്റ് ഹാഫ് ആൻ ഹവർ, ഓക്കെ, ലാസ്റ്റ് ഹാഫ് ആൻ ഹവറിനുള്ളിൽ നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. Okay, the first literary term that we'll be discussing is allegory. Okay, so what exactly is allegory? Allegory എന്ന് പറയുമ്പം an allegory is a narrative in which characters, events or settings symbolically represent abstract concepts, moral qualities or political or social issues. Okay, ഞാൻ പറഞ്ഞുതരാം. അതായത് അലിഗോറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അലിഗോറിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എക്സാമ്പിൾ വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, അതാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് തുടങ്ങുന്നത്. അപ്പം ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും വായിച്ചു കാണും, അല്ലെ? അപ്പം അത് പ്രത്യക്ഷത്തിൽ ഓൺ ദി സർഫേസ് ലെവലിൽ നമ്മൾ ആ കഥ നോക്കുമ്പോൾ വാട്ട് ഇസ് ദ സ്റ്റോറി? ആനിമൽ ഫാം എന്ന് പറഞ്ഞ ചെറിയ നോവൽ എന്തിനെ കുറിച്ചാണ്? ഒരു ഓൺ ദ സർഫസ് ലെവൽ നമ്മളത് നേരെ ആദ്യം ഫസ്റ്റ് റീഡിംഗിൽ നമുക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് റിവോൾവ്സ് അറൌണ്ട് എ ലോട്ട് ഓഫ് ആനിമൽസ്. കുറെ ആനിമൽസ് ഉണ്ട്, ആൻഡ് ദെൻ ദേ ആർ ഇൻ ദിസ് ആനിമൽ ഫാം. ആൻഡ് ഈ ഒരു ആനിമൽ ഫാമിലെ ആനിമൽസ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവരുടെ മാസ്റ്ററിനെ ഓവർത്രോ ചെയ്യാൻ നോക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ ആനിമൽസിന്റെ ഒരു സ്റ്റോറി. ഓക്കെ, പക്ഷെ ആക്ച്വലി ദിസ് നോവൽ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പൊളിറ്റിക്കൽ ആലിഗോറിയാണ്. ഓക്കെ, ആലിഗോറീസ് പല ടൈപ്പ് ഉണ്ട്. പൊളിറ്റിക്കൽ ആലിഗോറി ഉണ്ട്, റിലീജിയസ് ആലിഗോറി ഉണ്ട്, ക്രിസ്ത്യൻ ആലിഗോറി, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആലിഗോറി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി എ പൊളിറ്റിക്കൽ ആലിഗോറി. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ആലിഗോറി. ഓക്കെ, ആക്ച്വലി ഈ നോവൽ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം എന്ന് പറയുന്നത് ആനിമൽസിനെ ബേസ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള അടിപിടി, അതേപോലെ അവർ ആനിമൽസിന്റെ വാറോ, അങ്ങനെ ആനിമൽസ് റിലേറ്റഡ് സ്റ്റോറി അല്ല ആക്ച്വലി. ഓക്കെ, സർഫസ് ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് ഇത് റീഡ് ചെയ്യുമ്പം ആക്ച്വലി ദർ ഇസ് ദിസ് ആനിമൽസ്, ഓൾ ഓഫ് ദീസ് ആനിമൽസ്, ആ കഥയിൽ നടക്കുന്ന ഈവൻസ്, ദിസ് ഇസ് ആക്ച്വലി എ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദി റഷ്യൻ റവല്യൂഷൻ. അത് അന്നത്തെ റഷ്യൻ റവല്യൂഷന്റെ ഒരു ഡെപിക്ഷൻ ആണ് ആക്ച്വലി ഈ ഒരു ആനിമൽ ഫാം എന്ന് പറഞ്ഞ നോവൽ. ഓക്കെ, സോ അതാണ് ഒരു അലിഗോറി എന്ന് പറഞ്ഞാൽ. ആൻ അലിഗോറി ഇസ് എ നറേറ്റീവ്. നറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റോറി ടെല്ലിംഗ് ടെക്നീക്ക്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നീക്ക് ആണ്. ഇതിലെ ക്യാരക്ടേഴ്സ്, ഈവൻസ്, പിന്നെ വാട്ട് എവർ ഇറ്റ് ഇസ്, ഈ ഒരു നോവലിലുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ആക്ച്വലി സിംബോളിക്കലി റെപ്രസെന്റ് സം അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ്, മോറൽ ക്വാളിറ്റീസ് ഓർ പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, ആക്ച്വലി എന്താണ്, സർഫസ് ലെവലിൽ നമ്മൾ നോക്കുമ്പം ആ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി ഓൾ ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് ഓർ ദ ഈവൻസ് ഇൻസൈഡ് ദാറ്റ് സ്റ്റോറി ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ് സംതിങ് എൽസ്, സംതിങ് ബിഗർ, പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ. ഓക്കെ, സോ അതായത് യെസ്, അതന്നെ. ആൻ അലിഗോറി ടിപ്പിക്കലി ഹാസ് 2 ലെവൽസ് ഓഫ് മീനിങ്. ഒരു അലിഗോറിയിൽ നമുക്ക് 2 ലെവൽ ഓഫ് മീനിങ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സർഫസ് ലെവൽ മീനിങ്, ഒറ്റയടിക്ക് നമ്മൾ ഫസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു മീനിങ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, ആ സർഫേസിൽ കാണുന്നത് എന്താണോ അത്. രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് ഡീപ്പ് ആയിട്ടുള്ള അണ്ടർലൈൻ മീനിങ്, അതാണ് ആ സിംബോളിക് മീനിങ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ആക്ച്വലി ഇത് റഷ്യൻ അന്നുണ്ടായ ടോട്ടാലിറ്ററിയൻ ഗവൺമെന്റിനെ, അവിടുത്തെ ആ ടോട്ടാലിറ്ററിയൻ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പൊളിറ്റിക്കൽ ആലിഗോറി ആണ് ആനിമൽ ഫാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ യൂസ് ടു ടീച്ച് മോറൽ ലെസൺസ്
or reflect on societal and political issues. Mostly allegories ചെയ്യുന്നത് എന്തെങ്കിലും ഒരു moral lesson impart ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒരു സൊസൈറ്റൽ ഇഷ്യൂ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാകും ഇങ്ങനെ allegories നമ്മൾ എഴുതുന്നത്. ഓക്കെ, so some examples here. ഇപ്പം ഞാൻ പറഞ്ഞു ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. Then we have John Bunyan എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഡ്യൂറിങ് ദ 16th സെഞ്ചുറി സമയത്ത്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു അലിഗോറിയാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്. പിൽഗ്രിംസ് പ്രോസസ് ഇതൊരു റിലീജിയസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ അലിഗോറിയാണ്. ഓക്കെ, ക്രിസ്ത്യൻ അലിഗോറി. ഓക്കെ, ഇപ്പൊ ഈ ഒരു കഥയിൽ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറഞ്ഞതിൽ നടക്കുന്നത് എന്താ വെച്ചാൽ വാട്ട് വി സീ ഇസ് ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ യാത്ര. ഓക്കെ, അദ്ദേഹം ഒരു പ്രോഗ്രസ്, ഒരു തീർത്ഥാടനം പോവാണ്. ഓക്കെ, പിൽഗ്രിംസ് പ്രോഗ്രസ്. പക്ഷെ ആക്ച്വലി അതൊരു ജേർണി മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി എ മെറ്റഫോറിക്കൽ ജേർണി, ഒരു സ്പിരിച്വൽ ഒരു ജേർണിയാണ് ആക്ച്വലി അത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ജോൺ ഡ്രൈഡന്റെ ആബ്സലോം ആൻഡ് ആക്കിറ്റോഫൽ. ദിസ് ഇസ് ഓൾസോ ആൻ അലിഗോറി. ഓൾ റൈറ്റ്, അപ്പൊ അലിഗോറി ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വി വിൽ move on to alliteration. You are all familiar with this term. Alliteration എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Alliteration, assonance, all of these. This is a literary device. Alliteration എന്ന് പറയുമ്പോൾ it is the repetition of the same consonant sound in the beginning of a closely connected words. Okay, അതായത് alliteration എന്ന് പറയുന്നത് repetition of same consonant sounds. Okay, guys, ഇത് നോക്കുക, സെയിം കോൺസോണന്റ് സൗണ്ട്, റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അല്ല. സൗണ്ട് എന്ന് പറയുന്നത് പലതരം ഉണ്ട്. വി ഹാവ് കോൺസോണന്റ്, കോൺസോണന്റ് സൗണ്ട് ഉണ്ട്, വവൽ സൗണ്ട്സ് ഉണ്ട്, കോൺസോണൻസ് ഉണ്ട്, വവൽസ് ഉണ്ട്. കോൺസോണന്റ് സൗണ്ട്സ് സെയിം ആയിട്ടുള്ള കോൺസോണന്റ് സൗണ്ട്സ് ഒരു വരികളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അലിട്രേഷൻ എന്ന് വിളിക്കും. ക്ലാസിക് എക്സാമ്പിൾ ആണ് ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ്. ഇവിടെ നോക്കുമ്പം ട് എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട്, ട് എന്ന് പറഞ്ഞ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഒരേ വരികളിൽ ഒരേ വരിയിൽ തന്നെ അടുത്തടുത്ത് വരുന്ന വേർഡ്സ്, അതിന്റെ ഒക്കെ തുടക്കം, അതിനൊക്കെ ബിഗിനിങ് എന്തായിരിക്കും, റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കോൺസണന്റ് സൗണ്ട് വരുന്നതാണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ. അനദർ എക്സാമ്പിൾ, ക്ലാസിക് എക്സാമ്പിൾ ആണത്. ഓക്കെ, ഇത് ഏത് പോയറ്റ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റോബർട്ട് ബേൺസിന്റെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് ഓ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. റെഡ് റെഡ് റോസ്, the sound is repeated here. Okay, so this is another classic example of alliteration. Okay, then another example is Peter Piper picked a peck of pickled peppers. ഇവിടെ പ് എന്ന് പറഞ്ഞ സൗണ്ട് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റഡ് ആവുന്നുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ അനദർ എക്സാമ്പിൾ ഓഫ് alliteration. ഓക്കെ, നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് അസോണൻസ്. അസോണൻസ് അലിട്രേഷന്റെ പോലെ തന്നെയാണ്, പക്ഷെ ദ ഡിഫറൻസ് ഇസ് റിപ്പിറ്റേഷൻ ഓഫ് കോൺസോണന്റ് സൗണ്ട്സ് അല്ല, റിപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. ഓക്കെ, വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാം ഒരു വരിയില്. അതിലുള്ള വേർഡ്സ്, അതിൽ ആ ഒരു വരിയിലുള്ള അടുപ്പിച്ചിട്ടുള്ള വേർഡ്സ്, നിയർ ബൈ വേർഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ വവൽ സൗണ്ടിലാണെങ്കിൽ then that is called an assonance. Assonance is the repetition of vowel sounds within closely placed words, often in the middle or at the end of words. Okay, the same vowel sound is repeated. അതാണ് same vowel sound repeat ചെയ്യുക ഒരു വരിയിൽ. Okay, unlike alliteration which focuses on consonants, assonance creates a softer, more subtle form of rhyme and can enhance the mood of a poem or passage. Okay, ഒരു example ഞാൻ പറയാം. Look at the sentence. The cat ran back. ഇതിൽ the sound a is repeated. Okay, so this is an example of assonance. Okay, ഇപ്പൊ ഇതിൽ നമ്മുടെ പോയംസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും അസോണൻസിന്റെ. Okay, so that's that. Then allusion. Allusion എന്ന് പറയുമ്പം allusion is an indirect reference to a person, place, event or work of art, often without explicitly mentioning it. Allusion എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ, മെൻഷൻ ചെയ്യാതെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയെയോ സ്ഥലത്തെയോ ഈവന്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രേസിനെയോ, ഫേമസ് ആയിട്ടുള്ള ഫ്രേസിനെയോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വർക്കിൽ അനോട്ടേറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്.
ഓക്കെ, അല്യൂഷൻ അതായത് ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു ഈവന്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു വർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരെ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളെ നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു കോൺവെർസേഷനിൽ എന്തെങ്കിലും സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് അല്യൂഡ് ചെയ്യുക അല്ലെങ്കിൽ റെഫർ ചെയ്യുക. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. ഓക്കെ, അതായത് ദ ഓദർ ഹിൻസ് അറ്റ് സംതിങ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റിംഗ് ഇറ്റ്. ഇത് ഒരു നെറേറ്റീവ് ടെക്നീക്കാണ്. അതായത് മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സിലൊക്കെ ഈ അല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ പറയാം. കുമ്പിടി. ഇപ്പം നമുക്കറിയാം നന്ദനം എന്ന് പറഞ്ഞ സിനിമയിലെ ജഗതിയുടെ ക്യാരക്ടർ കുമ്പിടി. അപ്പൊ അതില് പൊതുവെ നമ്മൾ പറയലുണ്ട് ചില ആൾക്കാരോടൊക്കെ, നീ എന്താ കുമ്പിടി കളിക്കാണോ, നീ എന്താ കുമ്പിടിയാണോ, ഇതെന്താ കുമ്പിടിയോ നമ്മൾ ചോദിക്കാറുണ്ട്. കുമ്പിടി എന്ന് പറയുമ്പം അതായത് നമ്മൾ ഒരേ ആൾ തന്നെ പല സ്ഥലത്തായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാം. ഓക്കെ, എല്ലായിടത്തും ഉണ്ടാവും അയാൾ. ഓക്കെ, അപ്പൊ ആ ഫിലിം നന്ദനം എന്ന് പറഞ്ഞ ഫിലിമിൽ നിന്ന് എടുത്തൊരു റെഫറൻസ് ആണത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ ഇപ്പൊ ഒരു ഓണം സെലിബ്രേഷന്റെ സമയത്ത് എന്റെ ഫ്രണ്ടിനെ ഞാൻ ആദ്യം അവിടെ കണ്ടു, എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നീ എന്താ കുമ്പിടിയാണോ? അപ്പൊ ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫിലിമിലെ സംഭവം റെഫറൻസ് ചെയ്യാണ്. അതിന്റെ അർത്ഥം എന്താ, ഞാൻ എന്താ ഉദ്ദേശിച്ചത്, നീ എല്ലായിടത്തും നിന്നെ കാണുന്നുണ്ടല്ലോ, നീ അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദാറ്റ്. അതാണ് അല്യൂഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു വർക്കില് ഒരു അല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ദി ഓദർ ഇസ് ട്രൈങ് ടു ഡു, ഓദർ എന്താ ചെയ്യുന്നത്, ഓദർ ഇസ് ഇൻഡയറക്ട്ലി ഹിന്റ് ചെയ്യാണ്. ഓക്കെ, ദി ഓദർ ഹിൻസ് അറ്റ് സംതിങ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റിംഗ് ഇറ്റ്. ദേ ക്യാൻ ഡ്രോപ്പ്. ഈ ഒരു അല്യൂഷൻ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കുമ്പിടി എന്ന് പറഞ്ഞ എക്സാമ്പിൾ നന്ദനം എന്ന് പറഞ്ഞ ഫിലിം എന്നാണ്. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് അല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം വൺ ക്ലാസിക് എക്സാമ്പിൾ, അപ്പൊ നമ്മള് ചില ബോയ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ കോളേജിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ചില ബോയ്സ് ഒക്കെ ഉണ്ടാവും, ഗേൾസിന്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ബോയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഓന് കൃഷ്ണനാണ്, അതായത് കുറെ ആളുകളെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും, അവന് ഒറ്റ ഒരാളായിട്ട് കുറെ ഗേൾസ് ഉണ്ടാവും ചുറ്റും നീങ്കിലോ, അപ്പൊ നമ്മള് കൃഷ്ണനാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ അങ്ങനെ അതായത് നമ്മൾ അല്യൂഡ് ചെയ്യാണ്, മനസ്സിലായോ? ഓക്കെ, സോ ഈ അല്യൂഷൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം. ദേ ക്യാൻ ഡ്രോ ഫ്രം മിത്തോളജി, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, റിലീജിയൻ ഓർ പോപ്പുലർ കൾച്ചർ. നമുക്ക് ഈ വക സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസസ് എടുക്കാം. മിത്തോളജീസ് നിന്ന് എടുക്കാറുണ്ട്, ലിറ്ററേച്ചറിന് എടുക്കാറുണ്ട്, സിനിമയിൽ നിന്ന് എടുക്കാം, ഹിസ്റ്ററി, റിലീജിയൻ, എവിടെ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസസ് എടുക്കാം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഇവിടുത്തെ ഒരു സെന്റൻസ് ആണ്, ഹി വാസ് എ റിയൽ റോമിയോ വിത്ത് ലേഡീസ്. റോമിയോ, ഹി വാസ് എ റിയൽ റോമിയോ വിത്ത് ലേഡീസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, യെസ്, ഹി ഈസ് ദ റോമിയോ ഓഫ് അവർ കോളേജ്. നമ്മുടെ കോളേജിലെ റോമിയോ ആണ് അവൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം റോമിയോ ആരാണ്. റോമിയോ എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന നാടകത്തിലെ മെയിൻ കഥാപാത്രമാണ് റോമിയോ. റോമിയോ വി ഓൾ നോ ഹീസ് എ വെരി റൊമാൻറ്റിക് ക്യാരക്ടർ, റൊമാൻറ്റിക് ലവർ ആണ്. ഓക്കെ, അപ്പം ഈ റോമിയോ നമ്മൾ ഷേക്സ്പിയറിന്റെ റോമിയോനെയാണ് ഇവിടെ അല്യൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് അവൻ ഗേൾസിന്റെ ഇടയിലും എല്ലാവരുടെ ഇടയിലും അത്യാവശ്യം പോപ്പുലർ ആണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പല എക്സാമ്പിൾസും നമുക്ക് കാണാം. വേറൊരു എക്സാമ്പിൾ T.S. എലിയറ്റിന്റെ എപ്പിക് പോയം ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ് തുടങ്ങുന്നത് തന്നെ ഏപ്രിൽ എന്ന് പറഞ്ഞ മാസത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഏപ്രിൽ ഇസ് ദ വേർസ്റ്റ് ഓഫ് ഓൾ മന്ത്സ് എന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി ദിസ് ഇസ് എ ഇൻഡയറക്റ്റ് അല്യൂഷൻ. ഇതൊരു അല്യൂഷൻ ആണ്. ഇത് എവിടുന്ന എടുത്തത്, ഇറ്റ് അല്യൂഡ്സ് ടു നമ്മുടെ ജോഫ്രി ചൗസറിന്റെ കാൻറ്റർബറി ടെയിൽസ് തുടങ്ങുന്നത് ഏപ്രിൽ ഇസ് ദ ബെസ്റ്റ് ഓഫ് മന്ത്. ഏപ്രിലിനെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അത് തുടങ്ങുന്നതും ആ ലൈൻസ് വെച്ചിട്ടാണ്, ഏപ്രിലിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ നേരൊരു ഓപ്പോസിറ്റ് രീതിയിലാണ് T.S. എലിയറ്റ് തന്റെ പോയം വേസ്റ്റ് ലാൻഡ് തുടങ്ങുന്നത്. ഏപ്രിലിനെ ഒരു ക്രൂവലസ്റ്റ് മന്ത് ആയിട്ടാണ് അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു പീരിയഡിന്റെ ഡെസൊലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതും ഒരു അല്യൂഷൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അസിൻഡെറ്റോൺ. അസിൻഡെറ്റോൺ ഇറ്റ്സ് എ ലിറ്റററി ഡിവൈസ്. അതൊരു ലിറ്റററി ഡിവൈസ് ആണ്. റെറ്റോറിക്കൽ ഡിവൈസ്. റെറ്റോറിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത് ലിറ്റററി ഡിവൈസ് എന്നാണ് കേട്ടോ. നമുക്ക് റെറ്റോറിക്കൽ ഡിവൈസ് എന്ന് പറയാം, ലിറ്റററി ഡിവൈസ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് അസിൻഡെറ്റോൺ ഇസ് എ ലിറ്റററി ഡിവൈസ് in which conjunctions, okay, conjunctions such as and, or, but are omitted from a series of words, phrases or clause. അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കൺജങ്ഷൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം കൺജങ്ഷൻസ് എന്താന്നുള്ളത്. രണ്ട് സെന്റൻസിനെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. ആൻഡ്, ഓർ, ബട്ട്, ഇങ്ങനെ കുറെ വേർഡ്സുകൾ ഉണ്ട്. ഈ വേർഡ്സിനൊക്കെ ഒമിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സെന്റൻസിൽ ഈ വേർഡ്സിനൊക്കെ റിമൂവ് ചെയ്തിട്ട്
ആ സെന്റൻസ് പറയുന്നതാണ് അസിൻഡറ്റോൺ എന്ന് പറഞ്ഞാൽ. ആ ഒരു ടെക്നീക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് ആണ് അസിൻഡറ്റോൺ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ കൺജങ്ഷൻസ് നമ്മൾ ഒമിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ആ സെന്റൻസ് എന്താവും, ഒന്ന് സ്പീഡപ്പ് ചെയ്യും, അതിന്റെ റിതം സ്പീഡപ്പ് ചെയ്യും ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഇന്റൻസിഫൈ. ഓക്കെ, അപ്പൊ ക്ലാസിക് എക്സാമ്പിൾ ആണ് ജൂലിയസ് സീസറിന്റെ ഡയലോഗ്, ഐ കെയിം, ഐ സോ, ഐ കോൺക്യൂർഡ്. I came, I saw, I conquered. This is the classic example of asyndeton. ഇവിടെ ഒരു കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ടില്ല. പറയുമ്പോൾ 3 ക്ലൗസസ് ഉണ്ട്. I came, I saw, I conquered. Instead of saying I came and I saw and then I conquered എന്നിങ്ങനെ നീട്ടി പറയുന്നതിന് പകരം I came, I saw, I conquered. Here omission of conjunctions is there. അതായത് ഇവിടെ കൺജങ്ഷൻസ് ഒമിറ്റ് ചെയ്തിട്ടാണ്. കൺജങ്ഷൻസ് ആൻഡ് അല്ലെങ്കിൽ ഈ വക കൺജങ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഈ സെന്റൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഐ കെയിം ആൻഡ് ഐ സോ ആൻഡ് ദെൻ ഐ കോൺക്യൂർഡ് എന്ന് പറയുമ്പം അത്ര ഒരു രസം, കേൾക്കാനൊരു രസം ഉണ്ടാവില്ല. അതേപോലെ അതിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ the omission of conjunctions create a powerful rhythmic declaration. ഓക്കെ, സോ ദാറ്റ് ഈസ് അസിൻഡറ്റോൺ. സോ ഞാനിപ്പം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ലിറ്ററി ടേംസും ഇമ്പോർട്ടന്റ് ആണ് ഫ്രം നെറ്റ് പെർസ്പെക്ടീവ്സ്. ഒരുപാട് ലിറ്ററി ഡിവൈസസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, പിന്നെ ചില മൈനർ ആയിട്ടുള്ള ലിറ്ററി ടേംസും ഡിവൈസസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കുറെ ഉണ്ട്, മെറ്റഫർ, സിമിലെ. അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ അത്ര അധികം കേട്ട് പരിചയമില്ലാത്ത, എന്നാൽ നമുക്ക് അറിയാം, പക്ഷെ എക്സാമിന് സ്ഥിരം ചോദിക്കും എന്നറിയുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചില ലിറ്ററി ടേംസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, അനാഫോറ. അനാഫോറ എന്ന് പറയുന്നത് ഇറ്റ്സ് അഗെയിൻ എ ലിറ്ററി ഡിവൈസ്. ഇറ്റ് ഈസ് ദ ഡെലിബറേറ്റ് റിപ്പിറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ് ഓർ സെന്റൻസസ്. അതായത് ഡെലിബറേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു പോയം ഉണ്ടെങ്കിൽ ആ പോയത്തിലെ എല്ലാ വരികളുടെയും തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് ബിഗിനിങ് ലൈൻസ് തുടങ്ങുന്നതൊക്കെ സെയിം വേർഡ്സ് ആയിട്ടായിരിക്കും. ഓരോ ലൈൻസും തുടങ്ങുന്നത് സെയിം വേർഡ്സ് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു കവിത എഴുതി. ഓക്കെ, അപ്പം അതില് എല്ലാ ലൈനും തുടങ്ങുന്നത് ഐ വിൽ, നെക്സ്റ്റ് ലൈൻ ഓൾസോ ഐ വിൽ എന്നിട്ട് ഡാഷ് ഡാഷ് ഡാഷ്, മൂന്നാമത്തെ ലൈനും ഐ വിൽ എന്നിട്ട് വേറെ വരികൾ, നാലാമത്തെ ലൈനും ഐ വിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ഐ എം റിപ്പീറ്റിംഗ് ദ ഫ്രേസ് അല്ലെങ്കിൽ വേർഡ് ഐ വിൽ. ഓക്കെ, സോ ഇതാണ് അനാഫോറ എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ of a word. Okay, repetition of a word അല്ലെങ്കിൽ a phrase. Okay, repetition of a word or a phrase at the beginning of successive lines. Successive അതും നോക്കണം, successive lines ആയിരിക്കണം. അതായത് ഒരു സെന്റൻസ് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് 2 സെന്റൻസ് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം, അങ്ങനെ പറ്റില്ല. അടുപ്പിച്ച് സക്സസീവ് ആയിട്ട് വരുന്ന ലൈൻസിലായിരിക്കണം ഈ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടാവേണ്ടത്. സോ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അനാഫോറ? It creates emphasis, rhythm and emotional force. ഓക്കെ, അതായത് ചില ഇങ്ങനെ വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് ഓരോ ലൈൻസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ആ ഒരു വേർഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് സ്ട്രെസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു ഇമോഷണൽ എലമെന്റും കൂടെ കൊടുക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ എംഫസിസ്, റിതം ആൻഡ് ഇമോഷണൽ ഫോഴ്സ്. വൺ ക്ലാസിക് എക്സാമ്പിൾ ഇസ് ചാൾസ് ഡിക്കൻസിന്റെ നോവൽ ആയിട്ടുള്ള എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അതിന്റെ ഓപ്പണിംഗ് ലൈൻസ്, അതിന്റെ ബിഗിനിങ് ലൈൻസ് ഇങ്ങനെയാണ്: It was the best of times. It was the worst of times. It was the age of wisdom. It was the age of foolishness. Okay, അപ്പൊ അന്നത്തെ ഇൻഡസ്ട്രിയൽ പീരിയഡ്, അന്നത്തെ ഇൻഡസ്ട്രിയൽ 18th സെഞ്ചുറി വിക്ടോറിയൻ പീരിയഡിനെ പറയുന്നതാണ്, വിശേഷിപ്പിക്കുന്നതാണ് അദ്ദേഹം ഇങ്ങനെ. ഓക്കെ, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. എല്ലാ സെന്റൻസും, ഇതിൽ 4 സെന്റൻസസ് കാണാം. 4 സെന്റൻസസും സക്സസീവ് സെന്റൻസസ് ആണ്. ഈ 4 സെന്റൻസസും തുടങ്ങുന്നത് ഇറ്റ് വാസ് എന്നും പറഞ്ഞിട്ടാണ്. It was the best of times. It was the worst of times. It was the age of wisdom. It was the age of foolishness. The repetition of it was heightens the dramatic tension and duality of the era. Okay. Next one is anachronism. Anachronism എന്ന് പറഞ്ഞാല് anachronism is the placement of something in a time period where it does not belong. Okay, anachronism is the placement of something in a time period where it does not belong, either deliberately or accidentally. Anachronism എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, ഞാനൊരു നാടകം ഡയറക്ട് ചെയ്യാണ്. ഓക്കെ, അമ്മ ഡയറക്ടർ, അമ്മ പ്ലേ റൈറ്റ്. ഓക്കെ, അപ്പം ഞാനൊരു നാടകം ഡയറക്ട് ചെയ്തു. അപ്പൊ എന്റെ നാടകത്തിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ദ പ്ലേ ഈസ് സെറ്റ് ഡ്യൂറിങ് ദ 15th സെഞ്ചുറി
15th സെഞ്ചുറി ഇംഗ്ലണ്ട്. ഓക്കെ, 15th സെഞ്ചുറി ഇംഗ്ലണ്ടിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിൽ ഒരു കഥ, അതിനെ ബേസ് ചെയ്തിട്ട്, അവിടുത്തെ ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് ഞാൻ ചെയ്തത്. ഓക്കെ, എന്നിട്ട് അതിലൊരു ഒരു 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 ഡാൻസ് സീക്വൻസ് ഉണ്ട്, ഒരു സീൻ, ഒരു ഡാൻസിന്റെ സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിന് ഞാൻ കൊടുക്കുന്ന സോങ്, അല്ലെങ്കിൽ ആ ഒരു നാടകത്തിൽ ഞാൻ കൊടുക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത്, ഞാനിപ്പം ഉള്ളത് റൈറ്റ് നൗ, ഓക്കെ, ഞാനിപ്പം ഈ ഒരു പ്രസന്റ് 2025 ആളാണ്. ഞാനിപ്പം ഈ നാടകം ഡയറക്ട് ചെയ്യാണ്. അന്നത്തെ ആ 15th സെഞ്ചുറി പ്ലേക്ക് വേണ്ടിയിട്ട് അതിലുള്ള ഒരു സീക്വൻസിന് ഞാൻ കൊടുത്ത പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള കെ പോപ്പ് കൊറിയൻ ബാൻഡ് ആയിട്ടുള്ള BTSന്റെ ഒരു പാട്ടാണ്. ഓക്കെ, BTS ഏത് കാലത്തിലുള്ളതാണ്? ഇറ്റ്സ് വെരി മോഡേൺ, ഇറ്റ്സ് അൾട്രാ മോഡേൺ. അത് ഈ കാലത്തുള്ളതാണ്. പക്ഷെ എന്റെ പ്ലേ ആക്ച്വലി അത് നടക്കുന്നത് ഏത് പീരീഡിലാണ്? അത് അന്ന് 15th സെഞ്ചുറിയിലാണ്. സോ അതൊരു മാച്ചും ഇല്ല. ഓക്കെ, ആ കാലഘട്ടത്തിന് ഏറ്റവും ഒരു മാച്ചും ഇല്ലാത്ത സംഭവമാണ് ഈ ഒരു 21st സെഞ്ചുറിയിലെ ഒരു കെ പോപ്പ് സോങ്. ഓക്കെ, കാരണം അന്ന് ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിൽ അന്ന് മ്യൂസിക് എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല. കെ പോപ്പ് മ്യൂസിക്, റോക്ക് മ്യൂസിക്, ഈ സംഭവം അന്ന് വന്നിട്ടേ ഇല്ല. സോ ദർ ഇസ് നോ പോയിന്റ്. അപ്പൊ അത് അട്ടർ ഫൂളിഷ്നെസ് ആവും. ഓക്കെ, സോ അതാണ് അനാക്രോണിസം. അതായത് നമ്മൾ മിസ്പ്ലേസ് ചെയ്യുക, ടൈം പീരീഡിന് അനുസരിച്ചല്ലാതെ നമ്മൾ പല സാധനങ്ങളും പല ഡിവൈസസും അവിടെ കൊണ്ടുപോയി വെക്കുക. ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിൽ അദ്ദേഹം ക്ലോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അന്നത്തെ കാലത്ത് മെക്കാനിക്കൽ ക്ലോക്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഷേക്സ്പിയർ അത് എഴുതിയ സമയത്ത്, ഷേക്സ്പിയറിന്റെ കാലത്ത് അതുണ്ട്, മെക്കാനിക്കൽ ക്ലോക്സ് ഉണ്ട്. പക്ഷേ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ നാടകം, ജൂലിയസ് സീസർ, ആ അഗസ്റ്റൻ പീരീഡ്, ആ ടൈം പീരീഡിൽ ആക്ച്വലി എന്തില്ല, മെക്കാനിക്കൽ ക്ലോക്സ് അങ്ങനത്തെ സംഭവം ഡിവൈസസ് ഒന്നുമില്ല. ഓക്കെ, സോ അതാണ് അനാക്രോണിസം. ഓക്കെ, ഷേക്സ്പിയർ യൂസസ് എ ക്ലോക്ക് ഇൻ ജൂലിയസ് സീസർ. A clock is mentioned even though mechanical clocks were not invented during the play's historical setting. ആ പ്ലേയുടെ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിന് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളെ നമ്മൾ അതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ മിസ്പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് അനാക്രോണിസം. ഓക്കെ, then we have alienation effect. Okay, alienation effect എന്ന് പറഞ്ഞ ടേം you might already be familiar. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജർമ്മൻ പ്ലേ റൈറ്റ് ആയിട്ടുള്ള ബെർട്ടോൾഡ് ബ്രെഷ്റ്റ് ആണ്. സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട് ദിസ് വൺ. ഓക്കെ, എലിനേഷൻ എഫക്ട്. എലിനേഷൻ എഫക്റ്റിന്റെ വേറൊരു പേരാണ്, ജർമ്മൻ മീനിങ് വേർഡ് ആണ്, verb from Dumb's effect. Verb from Dumb's effect. Okay, so alienation effect, this term was coined by the German playwright Bertolt Brecht. It is also known by the name verb from Dumb's effect. And this term, this is associated with epic theatre. In epic theatre എന്താണെന്ന് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. This is also associated with Bertolt Brecht. Okay, Bertolt Brecht ആണ് one of the key figures of epic theatre. അപ്പൊ എന്താണ് ഈ alienation effect? നമ്മുടെ ബെർട്ടോൾഡ് ബ്രെഷ്റ്റ് വാസ് ആന്റി അരിസ്റ്റോട്ടലിയൻ. അതായത് അരിസ്റ്റോട്ടലിന്റെ ഒരു ഫിലോസഫി, അതായത് അരിസ്റ്റോട്ടലിന്റെ ഒരു പോയട്രിനെ കുറിച്ചുള്ള നോഷൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മെയിൻ കൺസെപ്റ്റ് ആണ് കത്താർസിസ്, അല്ലെ? അതായത് നാടകം കണ്ടിട്ട് നമ്മുടെ ഓഡിയൻസിന് എന്തുണ്ടാവണം? ദേ ഷുഡ് ഗോ ത്രൂ ദ പ്രോസസ് ഓഫ് കത്താർസിസ്, അതായത് ദ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ. ഓക്കെ, പിറ്റി, ഫിയർ, ഈ വക ഇമോഷൻസിന്റെ ഒക്കെ ഒരു പർഗേഷൻ നടക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഇമോഷണലി അപ്ലിഫ്റ്റ് ആവണം എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് അരിസ്റ്റോട്ടലിന്റെ കത്താർസിസ്. ഓക്കെ, ബട്ട് ബെർട്ടോൾഡ് ബ്രെഷ്റ്റ്, ഹി വാസ് ആൻ ആന്റി അരിസ്റ്റോട്ടലിയൻ. അദ്ദേഹം അരിസ്റ്റോട്ടലിന്റെ ഈ ഒരു കത്താർസിസ് എഫക്റ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ ഈ ട്രാജഡിയുമായിട്ടൊന്നും അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അക്കോർഡിംഗ് ടു ബെർട്ടോൾഡ് ബ്രെഷ്റ്റ്, നാടകം അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ ടൂൾ. അതൊരു ടൂളാണ്. ഓക്കെ, ടു അവേക്കൻ പീപ്പിൾ. അതൊരു പൊളിറ്റിക്കൽ ടൂളാണ്. അതൊരു സോഷ്യൽ കമന്ററിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ്. ഓക്കെ, അപ്പം സാധാരണ ഒരു നാടകം കണ്ടിട്ട്, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടൽ, ഒരു നാടകം കണ്ട് നമ്മൾ കരഞ്ഞാകെ സീനായിട്ട് ഇമോഷണലി നിൽക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഫോർ ബെർട്ടോൾഡ് ബ്രെഷ്റ്റ്, എലിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു നാടകം കാണുമ്പം ഓഡിയൻസ് ഷുഡ് ഫീൽ ഏലിനേറ്റഡ്. അതായത് ആ നാടകം കണ്ടിട്ട് നമ്മൾക്ക് എന്തായി തോന്നുന്നത്? നമുക്ക് ഏലിനേറ്റഡ് ആയി തോന്നുന്നത്. അതായത് നമ്മൾ ഇമോഷണൽ ആയിട്ട് നിൽക്കാതെ വി ഷുഡ് സ്റ്റാർട്ട് ടു നമ്മുടെ ഉള്ളിൽ ഒരു നമ്മുടെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഡ്രാമ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് കോൾ ഫോർ ആക്ഷൻ. ഓക്കെ, നമ്മളെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ ഡ്രാമക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു എലിനേഷൻ എഫക്ട് ഡ്രാമയിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് വെറുതെ ചുമ്മാ ഇമോഷണലി സീൻസുകളൊക്കെ, ട്രാജിക് എൻഡും കാര്യങ്ങളൊക്കെ കണ്ട് ചുമ്മാ ഇമോഷണലി അവിടെ ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് സ്റ്റാർട്ട് ടു ഐഡന്റിഫൈ വിത്ത് ദ വി ഷുഡ് സ്റ്റാർട്ട് ടു ആക്ട്. ഓക്കെ, നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങണം. ആൻഡ് വി ഷുഡ് start to protest against whatever the issue is being portrayed in that drama.
Okay, so alienation effect prevents the audience from emotionally identifying with characters, and it forces them to think critically about social political issues. Okay, so that's alienation. And next one is, this is a literary device, antithesis. Okay, the example is antithesis, irony, paradox. Okay, quite confusing ആണ് എല്ലാത്തിലും കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ്, ഓപ്പോസിഷൻ, കോൺട്രഡിക്ഷൻ ഇങ്ങനത്തെ സംഭവം വരുന്നതാണ് ആന്റിത്തസിസും, ഐറണി, പാരഡോക്സ് ഒക്കെ. പക്ഷേ നമ്മൾ ഒന്ന് ഇരുന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ. ആന്റിത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെറ്റോറിക്കൽ ഡിവൈസ്, ഇറ്റ് ഈസ് എ ലിറ്ററി ഡിവൈസ് ഇൻ വിച്ച് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആർ പ്ലേസ്ഡ് ഇൻ പാരലൽ. അതായത് കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസിനെ ജസ്റ്റാപ്പോസ് ചെയ്യാണ് ഒരു സെന്റൻസിൽ. അതായത് ദേ ആർ ബീങ് പ്ലേസ് സൈഡ് ബൈ സൈഡ് ഇൻ എ സെന്റൻസ്. ഓക്കെ, ആന്റിത്തസിസ് എന്ന് പറയുമ്പോൾ ടു കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്, രണ്ട് കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസിനെ പാരലൽ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റാപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ദെയർ ഡിഫറൻസസ് ആർ ബീങ് ഹൈലൈറ്റഡ്. Okay, and their balance is also created. Opposing ideas are balanced against each other and create a stark contrast and enhance the impact of the message. Okay, ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പിന്റെ ആൻ എസ്സേ ഓൺ മാൻ എന്ന് പറഞ്ഞ വർക്കിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. ടു എർ ഇസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഡിവൈൻ. ടു എർ എന്ന് പറയുമ്പോൾ എറർ ചെയ്യുക അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാവുക എന്നുള്ളത് ഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഇസ് ഹ്യൂമൻ. ഓക്കെ, മിസ്റ്റേക്ക്, വി ആർ ഓൾ ഹ്യൂമൻസ് ആർ പ്രോൺ ടു മിസ്റ്റേക്ക്. ഓക്കെ, ഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ടു ഡിവൈൻ, സോറി, ബട്ട് ടു ഫോർഗീവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഹിയർ ഹ്യൂമൻ ഫാലിബിലിറ്റി ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ഡിവൈൻ മേഴ്സി. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. ഇത് ആക്ച്വലി ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസിലെ ലൈൻസ് ആണ്. ഇറ്റ് വാസ് ദി ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദി വേർസ്റ്റ് ഓഫ് ടൈംസ്. ഹിയർ എന്താണ്? ഒരു ഒറ്റ സെന്റൻസിൽ തന്നെ രണ്ട് സാധനങ്ങൾ, രണ്ട് ഒപ്പോസിംഗ് ഐഡിയാസ് ആണ് കൊടുക്കുന്നത്. അതായത് ബെസ്റ്റ് ടൈമും ആയിരുന്നു, ഓപ്പോസിറ്റ്, അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൈം ആയിരുന്നു. ബെസ്റ്റ് ടൈമും ആയിരുന്നു, വേർസ്റ്റ് ടൈമും ആയിരുന്നു. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസസ് അവിടെ എന്ത് ചെയ്യുന്നത്? ജസ്റ്റാപ്പോസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ worst of times. It was the age of wisdom, it was the age of foolishness. So this is also an example of antithesis. അപ്പം antithesis, match the following നിങ്ങൾ antithesis ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ to err is human, to forgive divine എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടോ, then that is the answer. വേഗം ക്രോസ് ചെയ്യാം. Okay, so that is the answer. Okay, then comes paradox. Paradox is a statement or a situation that seems to contradict itself. അതായത് സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സെന്റൻസ് ആണ് പാരഡോക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് or a sentence or a situation that seems to contradict itself but may reveal an underlying truth. അതായത് ചില സെന്റൻസസുകൾ അങ്ങനെയാണ്. അതായത് നമ്മൾ ഒറ്റയടിക്ക് നമ്മളത് വായിക്കുമ്പോൾ ഇതെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, കാരണം ഭയങ്കര കോൺട്രഡിക്ടറി ആയി തോന്നും. ഓക്കെ, ഡസ് ദിസ് മേക്ക് എനി സെൻസ്? ഇതൊരു സെൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ, കൺഫ്യൂസിങ് ആണല്ലോ. പക്ഷെ ഒന്നും കൂടെ നമ്മളിത് വായിക്കുമ്പോൾ, ഒന്ന് മനസ്സിലെത്തിയത് വായിക്കുമ്പോൾ ആ കോൺട്രഡിക്ഷൻ ഇറ്റ് മേക്ക് സെൻസ്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ യെസ്, ഈ സെന്റൻസ് ഇറ്റ് മേക്ക് സെൻസ് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള സെന്റൻസ് ആണ് പാരഡോക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൻ യൂസ് ടു മേക്ക് റീഡേഴ്സ് തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് എക്സ്പ്ലോർ ഡീപ്പർ മീനിങ്സ്. ഓക്കെ, അപ്പൊ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലുള്ള ഡയലോഗ് ആണ്, ഐ മസ്റ്റ് ബി ക്രൂവൽ ടു ബി കൈൻഡ്. അതെങ്ങനെ പോസിബിൾ ആവും? കൈൻഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആവുക എന്നാണ്, ക്രൂവൽ എന്ന് പറഞ്ഞാൽ ബാഡ് ആവുക. ഐ മസ്റ്റ് ബി ബാഡ് ടു ബി ഗുഡ്. അതെന്താ അങ്ങനെ? ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ഫീൽ എ ബിറ്റ് കോൺട്രഡിക്ടറി. ഓക്കെ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. ഐ മസ്റ്റ് ബി ക്രൂവൽ, അതായത് ഒരു കുറച്ച് കാലത്തെങ്കിലും ഒന്ന് ക്രൂവലായി നിന്നാലേ എനിക്ക് എന്താവാൻ പറ്റുള്ളൂ, കൈൻഡ് ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ലതാവാൻ പറ്റുള്ളൂ. കുറച്ചു കാലം നമ്മൾ ഒരു ബാഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, ഫോർ ദ ലോങ്ങർ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ലൈൻ ഇസ് ലെസ് ഇസ് മോർ. ലെസ് ഇസ് മോർ നമ്മൾ പലരും കേൾക്കുന്നതാണ്. എസ്പെഷ്യലി സ്കിൻ കെയറിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നു ലെസ് ഈസ് മോർ. ലെസ് ഈസ് മോർ, അതായത് മോയ്സ്ചറൈസർ വെക്കുമ്പോൾ ഒരു ചെറിയ ഡോട്ട് ഓഫ് മോയ്സ്ചറൈസർ തന്നെ മതി, ധാരാളം. അതായത് സിംപ്ലിസിറ്റി ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ എക്സസ്. ലെസ് ഈസ് മോർ. ആക്ച്വലി ലെസ് ഈസ് മോർ എന്ന് കാണുമ്പോൾ ഭയങ്കര പാരഡോക്സ് ആണ്. ലെസ് എന്ന് പറയുന്നത് ലെസ് അല്ലേ, അതൊരിക്കലും മോർ ആവൂലല്ലോ. ഓക്കെ, അപ്പൊ ലെസ് ഇസ് മോർ. ഓക്കെ, അപ്പൊ ആക്ച്വലി ചില സാഹചര്യങ്ങളിൽ സിംപ്ലിസിറ്റി ആണ് എക്സസിനെക്കാട്ടിലും നല്ലത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then comes irony. Irony is a literary device where there is a discrepancy between appearances and reality, or between what is expected
expected and what actually occurs. ഓക്കെ, അതായത് irony എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കാര്യം സംഭവിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം ഉണ്ടാവും, പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയാം. ഓക്കെ, അങ്ങനെ ഒരു ഹ്യൂമർ എലമെന്റ് കൊണ്ടുവരും ഈ ഒരു ഐറണി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഒരു എക്സാം ഉണ്ടായി, യൂണിവേഴ്സിറ്റി എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, പറ്റേ ചീറ്റിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ എന്തായാലും ഫെയിൽ ആവുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അപ്പൊ എനിക്കറിയാം ഭയങ്കര മോശമായിരുന്നു, പൊട്ടും, മിക്കവാറും പൊട്ടും. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്റെ ഫ്രണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സാം? അപ്പൊ ഞാൻ പറയണ അടിപൊളി, ഉഷാറായിരുന്നു, നല്ല അടിപൊളി എക്സാം. അപ്പൊ എന്താണ് നമ്മൾ അവിടെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്? ഹ്യൂമർ എലമെന്റ് ഉണ്ടായി അല്ലെ? നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 3 തരത്തിലുള്ള ഐറണീസ് ഉണ്ട്. വെർബൽ ഐറണി ഉണ്ട്, സിറ്റുവേഷണൽ ഐറണി ഉണ്ട്, ഡ്രാമാറ്റിക് ഐറണി ഉണ്ട്. വെർബൽ ഐറണി എന്ന് പറയുമ്പോൾ when a speaker says something but means the opposite. സെയിം ലവ്ലി വെദർ എക്സാമ്പിൾ. ഓക്കെ, അതായത് when the speaker, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം, when a speaker says something but means the opposite. ഇതിന്റെ വേറെ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടി മേക്കപ്പ് ഇട്ട് വന്നു. കുട്ടി അത്യാവശ്യം മേക്കപ്പ് നല്ല എക്സസ് ആയിട്ടാണ് മേക്കപ്പ് ഇട്ടതെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം കുട്ടീനോട് ഞാൻ പറയാണ്, അതായത് ആക്ച്വലി ആ മേക്കപ്പ് നല്ല ബോറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടീനെ അടുത്ത് പോയിട്ട് ആക്കിയിട്ട് ആ കുട്ടീനെ ഊക്കി ഞാൻ പറയാണ്, മേക്കപ്പ് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? മേക്കപ്പ് നല്ല ബോറായിട്ടുണ്ട് എന്നാണ്. ഓക്കെ, സോ അങ്ങനെ. അതേപോലെ തന്നെ ലവ്ലി വെദർ, ഇതൊരു എക്സാമ്പിൾ. അതായത് ഭയങ്കര ഒടുക്കത്തെ മഴ, ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് മഴ. അപ്പൊ നമ്മൾ പറയാണ്, ഓ ലവ്ലി വെദർ, അതായത് ആക്ച്വലി ആ വെദർ ലവ്ലി അല്ല. ഓക്കെ, അപ്പം അങ്ങനെ. പിന്നെ സിറ്റുവേഷണൽ ഐറണി, when there is a discrepancy between what is expected to happen and what actually occurs. അതായത് ഫയർ സ്റ്റേഷനിൽ തീ പിടിക്കുക. ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? തീ കെടുത്താനുള്ള സ്ഥലമാണല്ലോ. ഫയർമാനും പോലീസ് എന്താണ് ഫയർ സ്റ്റേഷൻ ആണ് ഈ ഫയർ ഒക്കെ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? അവര് വാനും ജീപ്പും പൈപ്പൊക്കെ ഇട്ട് പോവാറ്. അങ്ങനത്തെ സ്ഥലത്ത് തന്നെ ഫയർ ഉണ്ടാകുമ്പോൾ അതൊരു സിറ്റുവേഷണൽ ഐറണിയാണ്. ഓക്കെ, then dramatic irony, when the audience knows something that the character does not. Okay, ഇപ്പൊ ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റില് audience know that Juliet is not dead but Romeo does not. Okay, all of that are examples of irony. Then let's go to apostrophe. Apostrophe എന്ന് പറയുമ്പോൾ it's again a figure of speech in which a speaker directly addresses an absent person, an abstract concept or an inanimate object as if it were alive or capable of responding. അതായത് ജീവൻ ഇല്ലാത്തൊരു വസ്തു, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു ഐഡിയ, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഓക്കെ, ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെ അത് ജീവനോടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിന് തിരിച്ച് മറുപടി തരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അയാളെ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ അഡ്രസ് ചെയ്യുക. അതാണ് അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാല്. അതായത് ആ വസ്തു ശരിക്കും ഉണ്ടോ? ഇല്ല, ഇറ്റ്സ് ആബ്സെന്റ്, ഇറ്റ്സ് നോട്ട് ദെയർ. ഓക്കെ, ഇറ്റ്സ് നോട്ട് അലൈവ്. ഓക്കെ, പക്ഷെ അത് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യാണ്. അത് അവിടെ ഉള്ള പോലെ, അത് അവിടെ പ്രസന്റ് ആയ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനോട് സംസാരിക്കുകയാണ്. അതായത് ഇപ്പൊ ലെറ്റ്സ് സേ, ഓക്കെ, അപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റ് ഉണ്ടായിരുന്നു. ആ കാറ്റ് മരിച്ചുപോയി. ഓക്കെ, ആൻഡ് ദെൻ ഐ എം റൈറ്റിംഗ് എ പോം, അല്ലെങ്കിൽ ഞാനൊരു കവിത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ പൂച്ചനെ അഡ്രസ് ചെയ്യണം. ആക്ച്വലി ആ പൂച്ച അവിടെ ഉണ്ട്, ആക്ച്വലി ആ പൂച്ച ഇല്ല, ഇറ്റ്സ് ഡെഡ്. പക്ഷെ ആ പൂച്ചനെ അഡ്രസ് ചെയ്തുകൊണ്ട് ആ പൂച്ച അവിടെ ഉണ്ട്, പൂച്ച എനിക്ക് മറുപടി തരണം എന്നുള്ള രീതിയിൽ ആ പൂച്ച അവിടെ ഉള്ള പോലെ, ശരിക്കും ആ പൂച്ച അവിടെ പ്രസന്റ് ആയ പോലെ ഞാൻ എന്ത് ചെയ്യണം? ആ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് പൂച്ചനോട് ഒരു കവിത അല്ലെങ്കിൽ പൂച്ചനോട് കാര്യങ്ങൾ സംസാരിക്കുക. ദാറ്റ് ഇസ് അപ്പോസ്ട്രോഫി. ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ പോയംസ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ജോൺ ഡണ്ണിന്റെ ഹോളി സോണറ്റ്. ജോൺ ഡണ്ണിന്റെ ഹോളി സോണറ്റിലെ വരികളാണ്: ഡെത്ത് ബി നോട്ട് പ്രൗഡ്, though some have called thee mighty and dreadful, for thou art not so. അപ്പൊ ഇദ്ദേഹം ഡെത്തിനെ അഡ്രസ് ചെയ്യണം. ഡെത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഡെത്ത് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്, അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആണ്, ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ. ഓക്കെ, അപ്പൊ അതിനെ അഡ്രസ് ചെയ്യണം. അതൊരു ഹ്യൂമൻ എന്നുള്ള നിലക്ക് ഇദ്ദേഹം ഈ ഒരു വരികളിലൂടെ അഡ്രസ് ചെയ്യണം ഡെത്തിനെ. ഓക്കെ, ഹിയർ ഡോൺ അഡ്രസ്സസ് ഡെത്ത് ആസ് ദോ ഇറ്റ് വർ എ പേഴ്സൺ ഹി കുഡ് കൺഫ്രണ്ട്. ഓക്കെ, പക്ഷെ ആക്ച്വലി ഡെത്ത് ഒരു പേഴ്സൺ അല്ല, ഡെത്ത് അലൈവ് അല്ല. ഓക്കെ, സോ ആക്ച്വലി ഈ ഒരു സാധനം അപ്പോസ്ട്രോഫി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ഡീപ് ഇമോഷൻ, അതേപോലെ ഗ്രീഫ്, ലോങ്ങിങ്, അഡ്മിറേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവം അപ്പോസ്ട്രോഫി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ്, ആന്റി മെറ്റബോളിക്.
ഓക്കെ, ആന്റി മെറ്റബോൾ എന്ന് പറയുമ്പോൾ മറ്റ് ലിറ്ററി ഡിവൈസ്, ഇതിന്റെ സെയിം എന്നാണ് ഹൈപ്പർ ബാറ്റ് എന്ന് പറഞ്ഞ് വേറെ വരുന്നുണ്ട്. നിങ്ങൾ അത്ര പരിചയം ഉണ്ടാവില്ല ഈ ടേം, എന്നാലും ഞാൻ പറയാണ്. ആന്റി മെറ്റബോളെ is a literary device where words or phrases are repeated in reverse order to create a mirrored effect. ഓക്കെ, അതായത് ഒരു വേർഡ്സ്, അതായത് വേർഡ്സിന് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ് റിവേഴ്സ് ഓർഡറിൽ. അതായത് ആദ്യത്തെ സെന്റൻസിൽ ഒരു ഒരു രീതിയിലായിരിക്കും അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. തൊട്ടപ്പുറത്ത് അതിന്റെ സെന്റൻസ് എന്താണ്, ഈ സെയിം വേർഡ്സ് തന്നെ റിവേഴ്സ് ഓർഡറിൽ പ്രസന്റ് ചെയ്യാം, ഒരു മിറർ എഫക്റ്റ് പോലെ. ഓക്കെ, അപ്പം ഐ ഗോട്ട് യു എന്നുള്ളത് യു ഗോട്ട് ഐ എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്, ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി. ഇപ്പൊ ഇത് ജോൺ എഫ് കെനഡിന്റെ ലൈൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ടഫ്, the tough get going. Okay, the repetition and reversal of going and tough here create a memorable and impactful statement about resilience. Okay, next one is I think this is not important. ഓക്കെ, എനിവേ, ഇതും അത്ര നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവന്നിട്ടുണ്ടാവില്ല. അതായത് അനോട്ടോണോമാസിയ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ, അയാളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രേറ്റ് ഉണ്ടാവും, ആ ട്രേറ്റ് വെച്ചിട്ട് അയാൾക്ക് ഒരു ടൈറ്റ്, നമ്മൾ ടൈറ്റ് വിളിക്കില്ല ചില ആൾക്കാരെ, പക്ഷെ ഇത് കളിയാക്കിക്കൊണ്ടല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ട്രേറ്റ് ഉണ്ടെങ്കിൽ ആ ട്രേറ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ഒറിജിനൽ നെയിമിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു പേര് വിളിക്കാം. എക്സാമ്പിൾ, നമ്മുടെ ഷേക്സ്പിയറിനെ വിളിച്ചിരുന്നത് ദ ബാർഡ് ഓഫ് ഏവൻ എന്നാണ്. ഓക്കെ, ദ ബാർഡ് ഓഫ് ഏവൻ. ഓക്കെ, അപ്പം ദിസ് ആക്ച്വലി എന്താണ് ദ ബാർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്, ആക്ച്വലി ഇറ്റ് എംഫസൈസസ് ഹിസ് റോൾ ആസ് എ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലെ അയൺ ലേഡി ആയിരുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് വുമൺ ആയിരുന്നു മാർഗരറ്റ് താച്ചർ. ഓക്കെ, ഷി വാസ് എ വെരി സ്ട്രോങ് വുമൺ. ഓക്കെ, അപ്പം ഈ സ്ത്രീയെ വിളിച്ചിരുന്ന പേര്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഒരു ടൈറ്റിൽ നെയിം എന്ന് പറയുന്നത് ദ അയൺ ലേഡി എന്നാണ്. ദ അയൺ ലേഡി, വിച്ച് മീൻസ് ഷീ ഈസ് എ സ്ട്രോങ് വുമൺ. ഓക്കെ, സോ അത് അനാറ്റോണോമേസിയ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് അവരുടെ റിയൽ നെയിമിനെ റീപ്ലേസ് ചെയ്യാം വിത്ത് അനദർ നെയിം, അവരുടെ അവരുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ മാർഗരറ്റ് താച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ മാച്ച് ഉണ്ട്, ബിക്കോസ് ഷി വാസ് എ സ്ട്രോങ് ലേഡി. ഓക്കെ, നെക്സ്റ്റ് കംസ് അഫോറിസം. അഫോറിസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഷോർട്ട്, ഷാർപ്പ് അല്ലെങ്കിൽ കൺസൈസ് ആൻഡ് ഓഫൻ വിറ്റി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് എ ജനറൽ ട്രൂത്ത്, പ്രിൻസിപ്പിൾ ഓർ ഒബ്സർവേഷൻ അബൌട്ട് ലൈഫ്. അതായത് എന്തെങ്കിലും ഒരു മോറൽ ലെസൺ, അല്ലെങ്കിൽ ഒരു, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, പ്രോവർബ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തെങ്കിലും ഒരു വിസ്ഡം ഉള്ള ഒരു സെന്റൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസ്ഡം ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു ലൈൻ, അത് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കും, ഷോർട്ട് സെന്റൻസസ് ആണ്, അതാണ് അഫോറിസം. ഓക്കെ, ഇപ്പൊ ജനറൽ, അത് എന്തിനെ കുറിച്ചാണ്, ഇറ്റ് എക്സ്പ്രസസ് ജനറൽ ട്രൂത്ത്, പ്രിൻസിപ്പിൾ ഓർ ഒബ്സർവേഷൻ അബൌട്ട് ലൈഫ്. നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രൂത്ത്, ഒരു സത്യം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് അഫോറിസം എന്ന് പറയുന്നത്. ഓക്കെ, they often encapsulate wisdom in a brief, thought-provoking manner. ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് actions speak louder than words. The early bird catches worm. Okay, ഇപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള കുറച്ച് അഫോറിസംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അപ്പോറിയ. അപ്പോറിയ എന്ന് പറഞ്ഞത് അത്ര ഡീറ്റെയിൽ ആയി നോക്കണ്ട, അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ട്. Okay, aporia is a literary device where the speaker expresses doubt or uncertainty. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റില്. നമ്മുടെ ഹാംലെറ്റ് ഭയങ്കര ഒരു എപ്പോഴും അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡീപ്പ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈനാണ് ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ പോണ്ടർ ചെയ്യുക, അതിലിങ്ങനെ ചിന്തിച്ചിരിക്കുക, അതിനെ ഡൗട്ട് അടിച്ചിരിക്കുക, ഓപ്പൺലി ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ പോണ്ടറിങ് എ ടോപ്പിക്, ദാറ്റ് ഇസ് അപ്പോറിയ. ഓക്കെ, ഈ സെയിം സാധനം ദിസ് വാസ് തിയറൈസ്ഡ് ബൈ ജാക്ക് ഡെറിഡ. ഓക്കെ, ദ ഡീകൺസ്ട്രക്ഷനിൽ ജാക്ക് ഡെറിഡ ഈ ഒരു പെർട്ടിക്കുലർ ടേം വീണ്ടും തിയറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹൈപ്പർ ബാറ്റൺ. ഹൈപ്പർ ബാറ്റൺ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്.
Okay, hyperbaton is a figure of speech that involves an unusual or inverted word order. അതായത് വേർഡ് ഓർഡർ എന്താണ് ഈ ഒരു ഇൻവേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് തരാം. ഓക്കെ, സം റൈസ് ബൈ സിൻ, ഓക്കെ, ആൻഡ് സം ബൈ വിർച്യൂ ഫോൾ. ഓക്കെ, അപ്പം ഇതൊരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സം റൈസ് ബൈ സിൻ ആൻഡ് സം ബൈ വിർച്യൂ ഫോൾ. അപ്പൊ സം ഫോൾ ബൈ വിർച്യൂ എന്ന് പറഞ്ഞതിന് പകരം സം ബൈ വിർച്യൂ ഫോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഡീപ് ഇൻ ടു ദ ഡാർക്ക്നെസ് പിയറിംഗ്, ഡീപ് ഇൻ ടു ദാറ്റ് ഡാർക്ക്നെസ് പിയറിംഗ്, ലോങ് ഐ സ്റ്റുഡ് ദർ വണ്ടറിംഗ് ഫിയറിംഗ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് അൺയൂഷ്വൽ ആയിട്ട് വേർഡ്സ് സാധാരണ ഉള്ള ഒരു സ്ട്രക്ചറിൽ വേർഡ് അറേഞ്ച്മെന്റ് കൊടുക്കുന്നതിന് പകരം ഒരു ഡിഫറെന്റ് രീതിയിൽ, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ വേർഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ കെയിം ഫോർ ദിസ് എന്ന് നമ്മൾ ഇപ്പം ഞാൻ പറയണം, ഐ കെയിം ഫോർ ദിസ് എന്ന് പറയുന്നതിന് പകരം ഹൈപ്പർ ബാറ്റൺ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഐ കെയിം ഫോർ എന്ന രീതിയിൽ, ഒരു അഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. പക്ഷെ മീനിങ് എത്ര നോക്കിയാലും സെയിം മീനിങ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ പാത്തറ്റിക് ഫാലസി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ടേം വാസ് കോയിൻഡ് ബൈ ജോൺ റസ്കിൻ. Okay, this term was coined by John Ruskin in his work Modern Painters. John Ruskin എന്ന് പറയുമ്പം അന്ന് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു റൈറ്റർ ആണ്. അപ്പൊ പാത്തറ്റിക് ഫാലസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ലിറ്റററി ഡിവൈസ് വെർ ഹ്യൂമൻ ഇമോഷൻസ്, ട്രേറ്റ്സ് ഓർ ഫീലിംഗ്സ് ആർ ആട്രിബ്യൂട്ടഡ് ടു നേച്ചർ ഓർ ഇനാനിമേറ്റ് ഒബ്ജെക്ട്സ് റിഫ്ലക്ടിങ് ദ മൂഡ് ഓഫ് എ സ്റ്റോറി ഓർ ഇമോഷൻസ് ഓഫ് എ ക്യാരക്ടർ. അതായത് ഹ്യൂമൻസ് ഫീൽ ചെയ്യുന്ന ഹ്യൂമൻ ഇമോഷൻസ്, നമ്മുടെ ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ നേച്ചർ അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജെക്ട്സിനോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് പത്തറ്റിക് ഫാലസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു യുനോ ഒരു സീൻ, ഒരു കഥയിലെ ഒരു സീൻ, ഒരു സംഭവം എന്ന് പറയുന്നത് അതിലെ മെയിൻ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര മാഡ് ആണ്. അപ്പം അതിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഇമോഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീനിന്റെ വരികൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ദി ആംഗ്രി സ്റ്റോം ലാഷ് ദ കോസ്റ്റ്. ദി ആംഗ്രി സ്റ്റോം. സ്റ്റോം എന്ന് പറഞ്ഞത് ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള സാധനമാണ്, അത് നേച്ചറിന്റെ ഒരു പാർട്ടാണ്, അതിന് ലൈഫ് ഇല്ല. ഓക്കെ, പക്ഷെ സ്റ്റോം ഒരിക്കലും ആംഗ്രി ആവാൻ കഴിയില്ല. ആംഗ്രി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്കുള്ളതാണ്, ഒരു ഹ്യൂമൻ ഇമോഷൻ ആണ്. ഓക്കെ, അപ്പം ഹ്യൂമൻ ഇമോഷൻ എന്തിനു കൊടുക്കാണ്, ബീങ് ആട്രിബ്യൂട്ടഡ്. ഹ്യൂമൻ ഇമോഷൻ ആയിട്ടുള്ള ആ ആങ്കർ, അയാളുടെ ആ ഒരു ആ ക്യാരക്ടറിന്റെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അയാളുടെ മൂഡിനെ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതിനെ, ആർക്കാണ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, സ്റ്റോമിനാണ്. അടുത്തത്, ഒരു മരണം സംഭവിച്ചു. അപ്പൊ അതിനെ കുറിച്ചുള്ള വരികൾ ഇങ്ങനെയാണ്: ദ വീപ്പിംഗ് ക്ലൗഡ്സ് poured rain over the funeral. ഓക്കെ, അതായത് വീപ്പിംഗ് ക്ലൗഡ്സ്, ക്ലൗഡ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, വീപ്പ് ചെയ്യാറില്ല. ഓക്കെ, ബിക്കോസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഇനാനിമേറ്റ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് നേച്ചർ. ഒക്കെ ഇനാനിമേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിന് ഹ്യൂമൻ ഇമോഷണൽ വീപ്പിംഗ്, സങ്കടം, അതിന് ആട്രിബ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫ്യൂണറൽ, മരണമൊക്കെ സംഭവിക്കുമ്പോൾ മഴ പെയ്യുക എന്നുള്ളതൊക്കെ ടിപ്പിക്കൽ ആയിട്ട് വരുന്ന ഒരു റെക്കറന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സീനാണ് അല്ലെ. സങ്കടം വരുമ്പോൾ മഴ പെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് കംസ് കിയാസ്മസ്. കിയാസ്മസ് എന്ന് പറയുമ്പം ക്രിസ് ക്രോസ്, അതായത് നോട്ട് ക്രിസ് ക്രോസ്, വാട്ട് ഇസ് ദ സെക്കൻഡ്, യെസ് ക്രിസ് ക്രോസ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഒരു സെന്റൻസില് രണ്ട് വേർഡ്സ് സെക്കൻഡ് ഹാഫിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഞാൻ പറയാം: ദി ഐഡിയ ഓർ wording in the first part of the sentence is mirrored and inverted in the second part, creating a symmetrical and often profound effect. ഓക്കെ, സോ ഇതൊക്കെ കൺഫ്യൂസിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ലിറ്ററി ഡിവൈസസിലും ഈ സെയിം സാധനം, ഓൾമോസ്റ്റ് ഈ സെയിം അല്ല, പക്ഷെ ഇതേപോലെ മിററിങ്, അതായത് വേർഡ്സിനെ ഇൻവേർട്ട് ചെയ്യുക, മിറർ ചെയ്യുക, അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് ദിസ് വൺ, ഓൾ ഫോർ വൺ, വൺ ഫോർ ഓൾ. ഓക്കെ, ഓൾ ഫോർ വൺ, വൺ ഫോർ ഓൾ. ഇവിടെ കറക്റ്റ് മിറർ എഫക്റ്റ് കിട്ടും. അതിന്റെ നേരെ ഫസ്റ്റ് ഹാഫിന്റെ നേരെ ഇൻവേർട്ടഡ് സാധനമാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. ഓക്കെ, സെന്റൻസ് ഇൻ വിച്ച് ടു വേർഡ്സ് ഇൻ ഫസ്റ്റ് ഹാഫ് ക്രിസ് ക്രോസ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. കിയാസ്മസ് എന്ന് പറഞ്ഞ വേർഡ് ക്രിസ് ക്രോസ്, അപ്പൊ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, കിയാസ്മസ് ക്രിസ് ക്രോസ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ഒക്കെ കിട്ടും. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിളും, ask not what your country can do for you, ask what you can do for your country. This is also an example of chiasmus. Okay, classic example, all for one, one for all ആണ്. Okay, then blank verse പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. It's a type of poetry which is written in unrhymed iambic pentameterലാണ് എഴുതിയത്. ഇതിൽ end rhymes ഉണ്ടാവില്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് Earl of Surrey ആണ് in his translation of the Virgil's Aeneid. Okay, some examples of blank verse എന്ന് പറയുന്നത്, ഒന്ന് ഷേക്സ്പിയറിന്റെ
പ്ലേസ്, അതേപോലെ തന്നെ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്, പിന്നെ വേർഡ്സ്വർത്തിന്റെ ടിൻഡർ ആപ്പിൾ, പിന്നെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് ഓൾ. ഓൾ ഓഫ് ദീസ് ആർ എക്സാമ്പിൾ ഓഫ് ബ്ലാങ്ക് വേഴ്സസ്. ഓക്കെ. നെക്സ്റ്റ് കംസ് ബർലെസ്ക്യൂ. ബർലെസ്ക്യൂ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡ്രാമാറ്റിക് ഫോം ആണ്. അതായത് എക്സസ് ആയിട്ട് ഹ്യൂമർ, പിന്നെ എക്സാജറേഷൻ, പിന്നെ സാറ്റയർ ഒക്കെ ഉപയോഗിച്ചിട്ട്, അതായത് പാരഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. ബർലെസ്ക്യൂ ഇസ് എ ലിറ്റററി ആൻഡ് ഡ്രാമാറ്റിക് ഫോം ദാറ്റ് യൂസസ് ഹ്യൂമർ, എക്സാജറേഷൻ ആൻഡ് സാറ്റയർ ടു മോക്ക് ഓർ പാരഡി എ സബ്ജക്ട്. ഓക്കെ. അപ്പൊ ഇതിനുള്ള കുറച്ച് ക്ലാസിക് എക്സാമ്പിൾസ്: ദ റേപ്പ് ഓഫ് ലോക്ക് ബൈ അലക്സാണ്ടർ പോപ്പ്, പിന്നെ എന്താണ് മോഡസ് പ്രപ്പോസൽ ബൈ ജൊനാഥൻ സ്വിഫ്റ്റ്. ഇപ്പൊ റേപ്പ് ഓഫ് ലോക്ക്, അലക്സാണ്ടർ പോപ്പിന്റെ റേപ്പ് ഓഫ് റോക്ക് എന്ന് പറയുന്നത്, റേപ്പ് ഓഫ് ലോക്ക് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ബോർലെസ്ക്യൂ. അത് മോക്ക് ഹീറോയിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, അതിലുള്ള ഒരു ക്യാരക്ടർ, ഒരു ഫീമെയിൽ ക്യാരക്ടറിന്റെ ഒരു ഹെയറിന്റെ ലോക്ക്, ഒരു കഷ്ണം മുറിക്കുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഒരു യുദ്ധം നടക്കുന്ന പോലെ ഭയങ്കര ഒരു എക്സാജറേഷനും ഹ്യൂമറൊക്കെ ഭയങ്കര എക്സസ് ആയിട്ടൊക്കെ ഭയങ്കര സാറ്റാറിക്കൽ ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ. അപ്പം ഒരു പാരഡി പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മോഡസ് പ്രപ്പോസൽ ബൈ ജൊനാഥൻ സ്വിഫ്റ്റ്, പിന്നെ ജെയിൻ ഓസ്റ്റന്റെ നോർത്താഞ്ചർ ആബേ എന്ന് പറഞ്ഞ നോവൽ. ഓൾ ഓഫ് ദീസ് ആർ സം ക്ലാസിക് എക്സാമ്പിൾസ് ഓഫ് ബോർലെസ്ക്യൂ. Then we have സേസുറ. സേസുറ എന്ന് പറയുമ്പോൾ മറ്റേ പോസ്, അതായത് ഒരു വരി ഉണ്ടാകുമ്പോൾ അതിന്റെ നടുക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പോസ് ഉണ്ടാവുക, ഒരു ബ്രേക്ക്. അതാണ് സേസുറ എന്ന് പറഞ്ഞാല്. ഇറ്റ് ടിപ്പിക്കലി occurs in the middle but can also occur in the beginning or end. Okay. It is often used. It is often used to create rhythm, emphasize certain words or phrases, and enhance the overall flow and structure of the poem. Okay. അപ്പം വൺ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ സേസുറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് എ ബ്രേക്ക്, പോസ് ഓർ ബ്രേക്ക് വിത്തിൻ എ ലൈൻ ഓഫ് പോയട്രി. ഓക്കെ. ക്ലോസറ്റ് ഡ്രാമ. ക്ലോസറ്റ് ഡ്രാമ എന്ന് പറയുമ്പം, ഡ്രാമ എന്ന് പറയുന്നത് പൊതുവെ എന്തിനുള്ളതാണ്? അഭിനയിക്കാനുള്ളതാണ്. ക്ലോസറ്റ് ഡ്രാമ എന്ന് പറയുന്നത് ദോസ് ഡ്രാമ ദാറ്റ് ആർ മെന്റ് ടു ബി റെഡ്. ഓക്കെ. ക്ലോസറ്റ് ഡ്രാമ ഇസ് എ ടൈപ്പ് ഓഫ് ഡ്രാമ റിട്ടൺ ടു ബി റെഡ് റാദർ ദാൻ പെർഫോംഡ്. ഓക്കെ. അപ്പൊ കുറെ ഡ്രാമാസ് അതിന് എക്സാമ്പിൾ ആണ്. അതായത് ഒന്നെന്ന് പറയുന്നത് ജോൺ മിൽട്ടന്റെ സാംസൺ ആഗ്നോസ്റ്റിസ്. ഇറ്റ്സ് എ ഡ്രാമാറ്റിക് പോയം ദാറ്റ് ഈസ് റെഡ് റാദർ ദാൻ പെർഫോംഡ്. പിന്നെ തോമസ് ഹാർഡിയുടെ ദ ഡൈനാസ്റ്റ്. ഓക്കെ. ഇതൊരു വേഴ്സ് ഡ്രാമയാണ്. ദിസ് ഇസ് ഓൾസോ റിട്ടൺ ടു ബി റെഡ്. അതായത് വായിക്കുന്ന ഡ്രാമകൾ, വായിക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയിട്ടുള്ള ഡ്രാമാസ് ആണ് ക്ലോസറ്റ് ഡ്രാമ. ഓക്കെ. കൺസീറ്റ്. കൺസീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഓക്കെ. മെറ്റാഫിസിക്കൽ പോയറ്റ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കൺസീറ്റ്. Their poetry is known for the usage of this. This is a literary device that can be seen in metaphysical poetry. Okay. ഇതൊരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണ്. അതായത് കൺസീറ്റ് എന്ന് പറഞ്ഞത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെ അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിയിൽ, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിൽ ഇമാജിനേഷനൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാം. ഓക്കെ. സാധാരണ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തിനാണ്? സിമിലർ ആയിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം എന്ന് തോന്നിയ സാധനങ്ങൾ മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുള്ളൂ. ഇത് തീരെ ഒരു കണക്ഷൻ ഇല്ലാത്ത, ഡിസിമിലർ ആയിട്ടുള്ള, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സോ ഐഡിയാസിനെയോ നമ്മൾ എന്ത് ചെയ്യാണ്, ഭയങ്കര അൺയൂഷ്വൽ ആയിട്ട് ഇമാജിനേറ്റീവ് വേയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഓക്കെ. അപ്പൊ അതിനുള്ള ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോൺ ഡന്റെ പോയം വാലഡിക്ഷൻ, ഫോർബിഡിംഗ് മോർണിംഗിൽ ഹി കമ്പയർസ് ടു ലവേഴ്സ് to the two legs of a compass. Okay. If they be two, they are two so as stiff twined compasses are two. അതായത് രണ്ട് ലവേഴ്സ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള രണ്ട് ലവേഴ്സിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് കോമ്പസിന്റെ ലെഗ്സുമായിട്ടാണ്. ഓക്കെ. അപ്പം അതായത് ഒരാൾ വീട്ടിൽ നിൽക്കുമ്പം, അതായത് നമ്മുടെ കോമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുത്തുന്ന, അതായത് സെന്ററിൽ കുത്തി നിൽക്കുന്ന ആ ഫുട്ട്, അതാണ് വീട്ടിൽ നിൽക്കുന്ന ആള്, അതായത് പോയിറ്റിന്റെ ലവർ. പിന്നെ ഈ ലോകം ചുറ്റി ഇങ്ങനെ പല സ്ഥലത്തും കറങ്ങിപ്പോയി വരുന്ന പോയിറ്റ്, അതാണ് മറ്റേ സർക്കിളിന് വരക്കുന്ന കോമ്പസിന്റെ കാല്. ഓക്കെ. സോ ഇങ്ങനെയാണ് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. Then dramatic monologue. Dramatic monologue എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയം ഓർ സ്പീച്ച് ഇൻ വിച്ച് സിംഗിൾ സ്പീക്കർ അഡ്രസ്സസ് ആൻ ഇംപ്ലൈഡ് ഓഡിയൻസ്. അതായത് ഒരു സ്പീക്കർ ഉണ്ടാവും. ആ സ്പീക്കർ എന്താണ്? ആ സ്പീക്കർ തന്നെയാണ് ആ കഥയിലുള്ള മെയിൻ നായകൻ.
single speaker, or the most probably the main character. Classic example, Robert Browning. He is known for dramatic monologue. Okay, അദ്ദേഹത്തിന്റെ My Last Duchess. പിന്നെ അതേപോലെ T.S. Eliotന്റെ The Love Song of J. Alfred Prufrock. Okay. Then comes എക്യുലോഗ് എന്ന് പറയുന്നത് പാസ്റ്ററൽ പോയട്രി ആണ്. അതായത് നേച്ചർ, പിന്നെ ഷെപ്പേർഡ്സ്, റൂറൽ സെറ്റിംഗ്സിലൊക്കെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള പോയംസ് ആണ് എക്യുലോഗ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഷെപ്പേർഡ്സ് ആയിരിക്കും, പിന്നെ റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പം ഇത് ആക്ച്വലി ആൻഷ്യൻ ഗ്രീക്ക് അതേപോലെ റോമൻ ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗമാണ്. അന്നൊക്കെ ആ സമയത്തൊക്കെ എഴുതിയിട്ടുള്ളതാണ് എക്യുലോഗ്സ്. വിർജിലാണ് മെയിൻ ആയിട്ട് എക്യുലോഗ്സ് എഴുതിയിട്ടുള്ളത്. അതേപോലെ ക്രിസ്റ്റഫർ മാർലോന്റെ ദ പാഷനേറ്റ് ഷെപ്പേർഡ് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ഈഗോയിസ്റ്റിക്കൽ സബ്ലൈം. ഈഗോയിസ്റ്റിക്കൽ സബ്ലൈം എന്ന് പറഞ്ഞത് നമ്മുടെ ജോൺ കീറ്റ്സ് കോയിൻ ചെയ്ത ടേം ആണ്. എസ്പെഷ്യലി ഇദ്ദേഹം വേർഡ്സ്വർത്തിന്റെ പോയട്രീനൊക്കെയാണ് ഈഗോയിസ്റ്റിക്കൽ സബ്ലൈം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് ദർ ആർ സം പോയറ്റ്സ്, അതായത് അവർ ഭയങ്കരമായിട്ട് അവരുടെ, ഇപ്പം എസ്പെഷ്യലി വേർഡ്സ്വർത്തിന്റെ പോയട്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാനുള്ളൂ. പോയംസ് പേഴ്സണൽ, അതായത് പേഴ്സണലി അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ് കാര്യമായിട്ട് വേർഡ്സ്വർത്തിന്റെ പോയട്രി കാണാനുള്ളത്. വേർഡ്സ്വർത്തിന്റെ ഇമോഷൻസ്, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, അതിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ കാണാനുള്ളൂ. സോ ലൈക്ക് വി ക്യാൻ സേ ഇൻ വൺ വേ ദാറ്റ് വേർഡ്സ്വർത്ത് ഈസ് വെരി ഈഗോയിസ്റ്റിക്കൽ പോയറ്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പോയട്രിയിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി റിഫ്ലക്ട് ചെയ്ത് അദ്ദേഹം ഒരു സബ്ലിമിറ്റി കാണുന്നുണ്ട്. Okay, so egoistical sublime is a term used to describe a type of sublime or transcendental experience characterized by a heightened sense of self or personal identity. So if you take the poems of Wordsworth, we can see that most of his poems reflects his personality. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി ഒക്കെ കംപ്ലീറ്റ്ലി ആ പോയറ്റിൽ കാണാം. പക്ഷെ ജോൺ കീറ്റ്സ് ഡിഡ് നോട്ട് പ്രൊമോട്ടഡ് ദിസ്. അദ്ദേഹം ഇതിനെതിരായിരുന്നു. ഓക്കെ, ബിക്കോസ് ഹി തോട്ട് ദാറ്റ് പോയറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കെമീലിയൻസ് ആയിരിക്കണം. കെമീലിയൻ പോയറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ജോൺ കീറ്റ്സ് പറഞ്ഞതാണ്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ പോയട്രിയിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഈഗോയിസ്റ്റിക്കൽ സബ്ലൈം, വേർഡ്സ്വർത്ത് ആയിക്കോട്ടെ, കോൾറിഡ്ജ് ആയിക്കോട്ടെ, they all belong to this category. Okay, because all of their poems reflected their personality very well. Okay, so yes. Then epilogue എന്ന് പറയുന്നത് it is the concluding section, അല്ലെങ്കിൽ conclusion of ഒരു നോവലിന്റെയോ ഒരു പോയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു എപ്പിക് വർക്കിന്റെയോ കൺക്ലൂഷൻ എന്ന് പറയുന്നതാണ് എപ്പിലോഗ്. ഓക്കെ, അപ്പം ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റിലെ എപ്പിലോഗ് പറയുന്നത് പ്രോസ്പെറോ ആണ്. അതായത് എന്താണ് അതുവരെയുള്ള ഇവന്റിന് ശേഷം, എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന് ശേഷം നടക്കുന്നത്, അല്ലെങ്കിൽ ആ കഥന്റെ അല്ലെങ്കിൽ ആ പ്ലേയുടെ തീംസിനെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യുക, ഇതൊക്കെയാണ് എപ്പിലോഗിൽ നടക്കുക. ഓക്കെ, അപ്പൊ കൺക്ലൂഷൻ അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ആ ഓവറോൾ ആ വർക്കിനെ കുറിച്ചുള്ള ഒരു കമന്ററി, അതാണ് എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എപ്പിഫണി, ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. എപ്പി എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അത് മുമ്പ് ഒരു പ്രാവശ്യം നെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ടേംസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റ് ഇതിന്റെ ഡിഫറൻസസ്, ഓരോ ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് എപ്പിഫണി. എപ്പിഫണി എന്ന് പറയുന്നത് ഒരു റിയലൈസേഷൻ ആണ്. ഓക്കെ, a moment of sudden realization or a profound insight, okay, experienced by the character. Okay, it often remarks a turning point in their understanding of perception, revealing a deeper truth or understanding. Classic example of epiphany ആണ് ജെയിംസ് ജോയ്സിയുടെ നോവൽ ആയിട്ടുള്ള A Portrait of an Artist as a Young Man. ഓക്കെ, ഇതിലെ മെയിൻ ക്യാരക്ടർ ആണ് സ്റ്റെഫൻ ഡിഡാലസ്. സ്റ്റെഫൻ ഡിഡാലസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് ദ ഫിക്ഷണൽ റെപ്രസെന്റേഷൻ ഓഫ് ജെയിംസ് ജോയ്സി. ഓക്കെ, അപ്പം ഇദ്ദേഹം ഒരു സീൻ, ലാസ്റ്റിൽ ഒരു സീൻ ഉണ്ട്. അതായത് ഒരു പെൺകുട്ടി ഒരു ബീച്ചിൽ നിന്ന് കുളിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബീച്ചിലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ആ സീന് കണ്ടപ്പോ പെട്ടെന്ന് ഇദ്ദേഹം അന്നത്തെ ഐറിഷ് നാഷണാലിറ്റി, അതേപോലെ തന്നെ അന്നത്തെ കാത്തലിക് റിലീജിയസ് കോൺഫ്ലിക്ട്, ഈ വക കാര്യങ്ങളുടെ ഇടയിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് സ്റ്റീഫൻ ഡെഡാലസ്. He was someone who was into art and also at the same time ഒരുപാട് വേറെയുള്ള ഫാക്ടേഴ്സും അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, Irish nationality and all that. So at that point he realized that what he want to be is an artist. അദ്ദേഹത്തിന് ആ ഒരു മൊമെന്റ്, ദാറ്റ് എപ്പിഫണി, ആ ഒരു മൊമെന്റ്, ആ ഒരു കുട്ടിയുടെ ആ സീന് കണ്ടപ്പോഴാണ് he got that realization, that epiphany, that he want to pursue his artistic career. Okay, and then he leaves Ireland. Okay, then എപ്പിറ്റാഫ് എന്ന് പറയുന്നത് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ എഴുതിയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ. മോസ്റ്റ്ലി ഇത് കാണാറുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സെമിത്തേരിയിൽ ടോം സ്റ്റോൺ യെസ്, അയാളുടെ ടോം സ്റ്റോണിൽ കല്ലറയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടാവും. ഓക്കെ, എപ്പിറ്റാഫ് ഇസ് എ ബ്രീഫ് ടെക്സ്റ്റ് ഓർ ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ ഇൻ മെമ്മറി ഓഫ് someone who has died. ഓക്കെ,
Eulogy. Eulogy is a speech or a piece of writing that praises someone who has recently died. Recent ആയിട്ട് മരിച്ച ഒരാളെ കുറിച്ച് പറയുന്ന, അയാളെ കുറിച്ച് പ്രൈസ് ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ആണ് യൂലോജി. ഓക്കെ, ദെൻ കംസ് യുഫീമിസം. യുഫീമിസം ഉണ്ട്, യൂഫിസം ഉണ്ട്. രണ്ട് ടേംസും കൺഫ്യൂസിംഗ് ആണ്. യുഫീമിസം എന്ന് പറയുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് where a mild or a less direct term is used to replace a more direct or harsh term. അതായത് ഒരു ഹാർഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു കടുകട്ടിയായിട്ടുള്ള ഒരു വാക്കിനെ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലെസ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിക്കാം. അതായത് ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ മരിച്ചു, അതായത് ഇംഗ്ലീഷിൽ ഡൈഡ് എന്നാണ് നമ്മൾ മരിക്കണേന് പറയാം. ഓക്കെ, മരിച്ചു എന്ന് പറയുമ്പം പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവും. അപ്പം അതിനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു മൈൽഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് പാസ്റ്റ് അവേ. ഓക്കെ, അപ്പം മോസ്റ്റ്ലി യുഫീമിസം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് മേ ബി ബിക്കോസ് ഓഫ് ഒന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പൊ അതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പം ടാബു ആയിട്ടുള്ള ചില വേർഡ്സ് ഉണ്ടാവും, അപ്പൊ അതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. Then yes, euphemism are often employed to soften the impact of difficult or sensitive subjects. Okay, അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് died എന്ന് പറഞ്ഞ വാക്കിന് പകരം യൂസ് ചെയ്യുന്നു passed away. Okay, euphemism എന്ന് പറയുന്നത് it's a style of writing characterized by the elaborate and highly artificial language. Okay, അതൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്, അതിൽ ഭയങ്കര ഹൈലി ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ മോസ്റ്റ്ലി ഇത് അസോസിയേറ്റ് ചെയ്യുന്നത് ജോൺ ലിലി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ ഉണ്ടായിരുന്നു. Okay, originating from the works of John Lilly, it features intricate and rhetorical phrases, often with an emphasis on symmetry and balance. Okay, next, heroic couplet in the Varada. It's a pair of rhymed lines written in iambic pentameter, often used in English epic and narrative poetry. It is a staple form in classical and neoclassical English literature, known for its rhythmic and formal qualities. Next one is homonym. Homonym നമുക്ക് എല്ലാവർക്കും അറിയാം. Homonym എന്ന് പറയുമ്പോൾ it refers to a word that is spelled and pronounced the same as another word but has a different meaning. അതായത് സ്പെല്ലിംഗ് ഒക്കെ സെയിം ആയിരിക്കും, പ്രൊനൗൺസിയേഷൻ സെയിം ആവും, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആണ്. എക്സാമ്പിൾ ആണ് ബാറ്റ്. ബാറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബാറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം പറക്കുന്ന ദാറ്റ് ബാറ്റ്, ദ ആനിമൽ ബാറ്റ്, മാമൽ ബാറ്റ്. പിന്നെ നമുക്ക് തോന്നാം ബാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്റ്. അതേപോലെ തന്നെയാണ് ബാങ്ക്. ബാങ്ക് എന്ന് പറയുമ്പോൾ ഫൈനാൻസ്, നമ്മുടെ ബാങ്ക്, മണി ബാങ്ക്. ഓക്കെ, പൈസ ഒക്കെ നിക്ഷേപിക്കുന്ന ബാങ്ക്. അറ്റ് ദ സെയിം ടൈം ബാങ്ക് എന്ന് പറയുമ്പോൾ റിവർ ബാങ്ക് എന്നും പറയാം. അതാണ് ഹോമോണിം. ഓക്കെ, ദെൻ ഹൈപ്പർ ബാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കെന്നിങ്. കെന്നിങ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിലൊക്കെ വരുന്ന സംഭവമാണ്. ഇറ്റ്സ് എ ഫിഗറേറ്റീവ് ഓഫൻ കോമ്പൗണ്ട് എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് കോമൺ നൗൺ, പെർട്ടിക്കുലർലി ഫൗണ്ട് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് നോർസ് പോയട്രി. ഫോർ എക്സാമ്പിൾ, ഇൻ ഓൾഡ് ഇംഗ്ലീഷ് എപ്പിക് ബെയർവോൾഫ്, ദ സീ, അതായത് കടലിനെ യൂസ് ചെയ്തിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് സീ എന്ന് പറയുന്നതിന് പകരം വെയിൽ റോഡ് എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ ബോഡി, ശരീരം എന്നുള്ളതിന് അവർ യൂസ് ചെയ്ത വേർഡ് എന്ന് പറയുന്നത് ബോൺ ഹൗസ്. കാരണം നമ്മളെ ബോഡി എന്ന് പറയുന്നത് എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ, സോ ബോൺ ഹൗസ്. ഓക്കെ, ദീസ് കെന്നിങ്സ് ക്രിയേറ്റ് എ പോയറ്റിക് ഇമാജിനേറ്റീവ് ലെൻസ് ത്രൂ വിച്ച് റീഡേഴ്സ് വ്യൂ ഓർഡിനറി ഒബ്ജക്ട്സ്. ലിമറിക്. ലിമറിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഹ്യൂമറസ് പോയട്രി ആണ്. 5 വരികളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ലിമറിക് എഴുതിയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ലിമറിക് പോയട്രിന്റെ മെയിൻ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എഡ്വാർഡ് ക്ലിയർ ആണ്. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലിമറിക്. ഓക്കെ, ദിസ് ഇസ് എ പ്ലേഫുൾ ആൻഡ് നോൺ സെൻസിക്കൽ ഇൻ നേച്ചർ. അതായത് യെസ്, ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്, പ്രത്യേകിച്ച് ഒരു തീമോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ലിറ്റോട്സ്. Litorts is a form of understatement that affirms something by negating its opposite. ഓക്കെ, ഒരു കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കൺഫേം ചെയ്യാണ്, പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടാണ് അത് ചെയ്യുക. അതായത് സേയിങ് യെസ് ബൈ സേയിങ് നോ. ഓക്കെ, യു ഡോണ്ട് സേ ദ വേർഡ് ഡയറക്ട്ലി. അതായത് ദ മൂവി വാസ്, ഒരു സിനിമ നമ്മൾ കണ്ടു, നല്ല അടിപൊളി സിനിമയായിരുന്നു, അപ്പം ദ മൂവി വാസ് ഗുഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഫാഷൻ ആക്കിയിട്ട് ദ മൂവി വാസ് നോട്ട് ബാഡ്. അതായത് നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ഗുഡ്. ഓക്കെ, അപ്പൊ അതാണ് ഡയറക്റ്റ് ആയിട്ട് ആ വാക്ക് പറയാതിരിക്കുക. ഓക്കെ, സേയിങ് യെസ് ബൈ സേയിങ് നോ. ഓക്കെ, നെക്സ്റ്റ് കംസ് മെറ്റനോമി. മെറ്റനോമി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് വെയർ എ വേർഡ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് അനദർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് ഇപ്പം കിങ് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെറ്റനോമിയാണ് ക്രൗണ്. മൊണാർക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് ദ ക്രൗൺ എന്ന് പറയുന്ന ചില സെന്റൻസസിൽ. അത് ആക്ച്വലി ഹോൾ ആയിട്ടുള്ള റോയൽ പവർ അല്ലെങ്കിൽ മൊണാർക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള വാക്കാണ് ദ ക്രൗൺ. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ ആണ് ഷേക്സ്പിയർ ജൂലിയസ് സീസറിലുള്ള ഫ്രണ്ട്സ്, റോമൻസ്,
countrymen, lend me your ears. Okay, friends, Romans, countrymen, lend me your ears. അതായത് ഇതില് ഒരു സ്പീച്ച് നടത്താണ് അദ്ദേഹം. അപ്പം എല്ലാ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, റോമൻസ്, ഫെലോ റോമൻസ്, ജനങ്ങളെ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, എല്ലാവരും നിങ്ങളുടെ ചെവി എനിക്ക് പറിച്ചു തരൂ എന്നല്ല ഉദ്ദേശിച്ചത്. ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിസൺ, നിങ്ങൾ കേൾക്കൂ. ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലീസ് ലിസൺ എന്നാണ് ഉദ്ദേശിച്ചത്. Okay, it's a figure of speech where a word is substituted with another closely associated word with it. അതായത് അതായിട്ട് റിലേറ്റഡ് ആണ്, ലിസണിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് ഇയേഴ്സ്. അതുകൊണ്ടാണ് ഇയേഴ്സ് കൊടുത്തിട്ടുള്ളത്. ക്രൗൺ എന്ന് പറയുന്നത് മൊണാർക്കി, റോയൽ പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്. അതുകൊണ്ടാണ് ക്രൗൺ എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്, ഡയറക്ട്ലി നമ്മളത് പറയാതെ. ഓക്കെ, ഓക്സിമോറോൺ എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് സൈഡ് ബൈ സൈഡ് വെക്കുക. ബിറ്റർ സ്വീറ്റ് മൊമെന്റ് നമ്മൾ പറയാറുണ്ട് അല്ലെ? ബിറ്റർ സ്വീറ്റ് മൊമെന്റ്, അതായത് ബിറ്റർ സ്വീറ്റ്. ഓക്കെ, പക്ഷെ ആക്ച്വലി രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അതേപോലെ ഡെഫനിങ് സൈലൻസ്, ഡെഫ് എന്ന് പറഞ്ഞാൽ തന്നെ സൈലൻസ് ആണ്, ഡെഫനിങ് സൈലൻസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് പാരഡോക്സിക്കൽ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ആക്കുന്നത്. ഓക്കെ, ഓക്സിമോറോൺ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പൈൻസ് ടു കോൺട്രഡിക്ടറി ഓർ ഓപ്പോസിറ്റ് വേർഡ്സ് ടു ക്രിയേറ്റ് എ പാരഡോക്സിക്കൽ എഫക്ട്. Then comes synecdoche. Synecdoche എന്ന് പറയുന്നത് it's a figure of speech in which a part is used to represent the whole or the whole is used to represent a part. Okay, അതായത് she brought a new set of wheels. She brought a new set of wheels എന്ന് പറയുമ്പോൾ അവള് കുറച്ച് പുതിയ ചക്രങ്ങൾ കൊണ്ടുവന്നു എന്നല്ല. വീൽസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനെ റെപ്രസെന്റ് ചെയ്യണം? ഇറ്റ്സ് പാർട്ട് ഓഫ് കാർ. പുതിയ കാർ മേടിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, transferred epithet. Transferred epithet is a figure of speech in which an adjective logically belonging to a noun is transferred to another. അതായത് ഒരു നൗണിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള adjectiveനെ അപ്പുറത്തുള്ള നൗണിനായിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് സ്ലീപ്ലെസ് നൈറ്റ്, അതായത് സ്ലീപ്ലെസ് നൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് അല്ല ആക്ച്വലി, നൈറ്റ് ഒരിക്കലും സ്ലീപ്ലെസ് ആവാറില്ല. സ്ലീപ്ലെസ് ആവുന്നത് ആക്ച്വലി ആരാണ്? ആ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പം ആ പേഴ്സൺ, ദ പേഴ്സൺ ഈസ് സ്ലീപ്ലെസ്, പക്ഷെ അത് ആർക്കാണ് കൊടുത്തത്? that adjective is transferred to night. Okay, night isn't sleepless but the person is. A happy morning, morning ഒരിക്കലും happy അല്ല, I mean morning isn't happy. Okay, the person is happy. Okay, so that is that. It's a figure of speech in which an adjective logically belonging to one noun is transferred to another, usually personifying or heightening emotion. Poetic justice, this is also good important term. ഇതെന്ന് പറയുന്നത് poetic justice ഒറ്റ വാക്കിൽ പറയാം. അതായത് ഗുഡിനെ ഗുഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, ബാഡിനെ ബാഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് ഡിസേർവ് ചെയ്യുന്നവർക്ക് അവർക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, അതായത് വൈസ് ആയിട്ടുള്ള ക്യാരക്ടറിന് അയാൾക്ക് അർഹിക്കുന്ന ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് ആ പോയട്രിയിൽ അല്ലെങ്കിൽ നാടകത്തിൽ കൊടുക്കണം എന്നാണ്. ഓക്കെ, അതായത് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ റൈറ്റിയസ് ആയിട്ടുള്ള ഒരാൾക്ക് അതിനനുസരിച്ചുള്ള അയാൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നാണ്. ഓക്കെ, ദിസ് ടേം ഇസ് കോയിൻഡ് ബൈ തോമസ് റൈമർ. ഓക്കെ, ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, പ്ലീസ് നോട്ട് ദിസ്. ഓക്കെ, the term was popularized by English critic Thomas Rhymer in 17th century, who argued that literature should uphold moral order. Okay, poetic justice എന്ന് പറഞ്ഞാൽ എന്താണ്? It is a literary device in which virtue is rewarded and vice is punished. Okay, അതായത് അതാണ് poetic justice. ചില വർക്കുകൾ നമ്മൾ പറയാറില്ലേ, it served poetic justice right. അതായത് വൈസ് ആയിട്ടുള്ള ആൾക്കാർ, ഈവിൾ ആയിട്ടുള്ള ആൾക്കാരെ പണിഷ് ചെയ്യുകയും നല്ല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വിർച്വസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ റിവാർഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനത്തെ നേരെ ഓപ്പോസിറ്റ് ആവാൻ പാടില്ല. ഓക്കെ, നൗ ലെറ്റ് us look at some critical terms. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്ററി ഡിവൈസസ് ആൻഡ് ടേംസ്, ലിറ്ററി ഡിവൈസസും കുറച്ച് അങ്ങനത്തെ ടേംസും ആണ്, നറേറ്റീവ് ടേംസും ആണ്. നൗ ലെറ്റ് us look at some important terms from theory. ഓക്കെ, സോ നെഗറ്റീവ് കേപ്പബിലിറ്റി, ഇതൊക്കെ ഞാൻ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞതാണ്. നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ ടേം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡീപ്പായിട്ട് നിങ്ങൾ നോക്കണമെന്നില്ല, ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആരാണ് ഈ ടേം കോയിൻ ചെയ്തതും ഏത് വർക്കിലാണ് ഇത് പറഞ്ഞതും ഏത് വർഷമാണ് കോയിൻ ചെയ്തതും എന്നൊക്കെ നോക്കാം. നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ജോൺ കീറ്റ്സ് ആണ്. ഇദ്ദേഹം ഈ ടേം കോയിൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന് എഴുതിയ ഒരു കത്തിലാണ്. ഓക്കെ, സോ എന്താണ് നെഗറ്റീവ് കേപ്പബിലിറ്റി? ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു റിമെയിൻ ഇൻ അൺസർട്ടനിറ്റി ആൻഡ് ഡൗട്ട് വിത്തൗട്ട് സീക്കിംഗ് ലോജിക്കൽ എക്സ്പ്ലനേഷൻ. ഓക്കെ, അതായത് ഒരു നല്ലൊരു പോയട്രിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? ആ പോയട്രിയിൽ മിസ്റ്ററി ഉണ്ടാവും. ചില കാര്യങ്ങൾ, ചില പോയംസ് അങ്ങനെയാണ്, ചിലപ്പം അൺസർട്ടൈൻ ആയിരിക്കും, ചിലപ്പോൾ അതിനൊരു എൻഡിന് നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടൂല, ചിലപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചാലും അത് മനസ്സിലാവുന്നില്ലല്ലോ
ചില കാര്യങ്ങൾ മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ കിടക്കും, അൺസോൾവ്ഡ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനത്തെ മിസ്റ്ററീസ്, അങ്ങനത്തെ അൺസർട്ടനിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ അൺസോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പോയട്രിയിൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവണ്ട, അതിന്റെ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോവണ്ട, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്ലനേഷൻ സീക്ക് ചെയ്ത് നമ്മൾ പോവുകയും വേണ്ട. ഓക്കെ, ചില പോയട്രി അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ഭംഗി ആ അൺസർട്ടനിറ്റിയിലാണ്. അതാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ടേം വാസ് കോയിൻഡ് ബൈ ടി എസ് എലിയറ്റ്. ഓക്കെ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1921 ഒരു എസ്സേയിലാണ് ഇദ്ദേഹം ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. അതായത് അവരുടെ പോയിന്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് തോട്ട്, ലോജിക്കും റീസണും ഇമോഷനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഗാനിക് ആയിട്ട് അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. പക്ഷെ ഈ ഒരു ക്വാളിറ്റി ഒരു 17th സെഞ്ചുറി പോയട്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്, അൺലൈക്ക് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. ഓക്കെ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തോട്ടും ഫീലിങ്സും ഒരേപോലെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവർ അവരുടെ പോയിന്റ്സ് എഴുതിയത്. മറിച്ച് അതിനുശേഷമുള്ള പോയിറ്റ്സ്, 17th സെഞ്ചുറി പോയിറ്റ്സ് ഒക്കെ എന്താണ്, അവരുടെ പോയട്രിയിൽ ഈ ഒരു യൂണിഫിക്കേഷൻ ഇല്ലായിരുന്നു. ദർ വാസ് ദിസ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ദർ വാസ് ദിസ് സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. ഈ തോട്ടും ഫീലിംഗും സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടത്. അതാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുകൊണ്ട് ടി എസ് എലിയറ്റ് ഉദ്ദേശിച്ചത്. ഡീഫെമിലറൈസേഷൻ, ദിസ് ഇസ് എ ടേം ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് റഷ്യൻ ഫോർമാലിസം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ടേം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിക്ടർ ശ്ലവോസ്കി ഇൻ ഹിസ് വർക്ക് ആർട്ട് ആസ് എ ടെക്നിക് വിച്ച് വാസ് റിട്ടൺ ഇൻ 1970. ആർട്ട് ആസ് എ ടെക്നിക്കിൽ ആണ് ഇദ്ദേഹം ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡീഫെമിലറൈസേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ വേറൊരു ടേം ആണ് ഈസ്റ്റർനെയിം. ഈസ്റ്റർനെയിം അല്ലെങ്കിൽ ഈസ്റ്റർനെയിം, OESTR. ഓക്കെ, ഈസ്റ്റർനെയിം അല്ലെങ്കിൽ എസ്ട്രേഞ്ച്മെന്റ്, അതായത് ഫെമിലിയർ ആയിട്ടുള്ള സംഭവങ്ങൾ പോയട്രിയിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര ഡീഫെമിലിയർ ആക്കുക. അതായത് മേക്കിംഗ് ദ ഫെമിലിയർ ഡീഫെമിലിയർ. അതായത് ഫെമിലിയർ ആയിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ അൺഫെമിലിയർ ആക്കുക. നമുക്ക് ഓർഡിനറി ഒബ്ജക്ട്സിന് എന്ത് ചെയ്യുക, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, റീഡേഴ്സിന് എന്ത് ചെയ്യും, ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടും. നമ്മളുടെ പെർസെപ്ഷൻ ലെവൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ആ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ഒന്നും കൂടെ ഡീപ്പായി പോകും. ഓക്കെ, അപ്പം മേക്കിംഗ് ദ ഫെമിലിയർ എസ്ട്രേഞ്ച്ഡ്, മേക്കിംഗ് ദ ഫെമിലിയർ ഡീഫെമിലിയർ, മേക്കിംഗ് ദ ഫെമിലിയർ അൺഫെമിലിയർ, അതാണ് ഡീഫെമിലറൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് അദ്ദേഹം പറഞ്ഞ കോട്ട് ഇങ്ങനെയാണ്, ദ ടെക്നിക് ഓഫ് ആർട്ട് ഈസ് ടു മേക്ക് ഒബ്ജക്ട്സ് അൺഫെമിലിയർ എന്നുള്ളതാണ്. ഓക്കെ, then logocentrism, this is the term was coined by Jacques Derrida in his work of grammatology. Logocentrism എന്ന് പറയുന്നത് വെസ്റ്റേൺ ഫിസിക്സ്, വെസ്റ്റേൺ മെറ്റാഫിസിക്സ്, വെസ്റ്റേൺ ഫിലോസഫിയുടെ ലോഗോസിൽ ഉള്ള സെൻട്രിസം, അതായത് റീസൺ, ഈ വക സംഭവങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഒരു ഫിക്സേഷൻ. ഓക്കെ, ലോഗോസെൻട്രിസം ഇസ് ദ ബിലീഫ് ഇൻ എ സെൻട്രൽ സ്റ്റേബിൾ മീനിങ് ഇൻ ലാംഗ്വേജ് which Derrida critiques. Okay, then difference, ഈ ടേമും ഡിഫറൻസ് എന്ന് പറഞ്ഞ ടേമും ജാക്ക് ഡെറിഡ ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പീച്ച് ആൻഡ് ഫിനോമിന എന്ന് പറഞ്ഞ വർക്കിലാണ് അദ്ദേഹം ഈ ടേം കൊണ്ടുവരുന്നത്. ദിസ് ഇസ് ആക്ച്വലി എ പോർട്ട്മെന്ററി വേർഡ്. ഇത് രണ്ട് വേർഡ്സും കൂടെ കൂടി ചേർന്നാണ് ഡിഫർ. ടു ഡിഫർ, മീനിങ് എന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ് ബോത്ത് ഡിഫേഴ്സ്, ടു ഡിഫർ ആൻഡ് ഡെഫർ. ഓക്കെ, മീനിങ് എന്ന് പറഞ്ഞത് വരുന്നത് എപ്പോഴാണ്, മറ്റു വേർഡ്സിൽ നിന്നുള്ള ഡിഫറൻസസിൽ നിന്നും. അതേപോലെ ഡെഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മീനിങ് എന്താ, ഡെഫർ, പോസ്റ്റ്പോണ്ടഡ് ആയിട്ട് അങ്ങനെ പോകും. ഓക്കെ, ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് ഡിഫറൻസ്. ഓക്കെ, സോ മീനിങ് ഈസ് കോൺസ്റ്റന്റ്ലി ഡെഫേർഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ്, നെവർ ഫിക്സ്ഡ്, അതൊരിക്കലും ഫിക്സ്ഡ് അല്ല. ഓക്കെ, then gynocriticism, this is associated with Elaine Showalter. The coin ചെയ്തത് Elaine Showalter ആണ്. The feminist criticism ആയി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. Okay, she coined this term in her work A Literature of Their Own in 1971, I guess. Okay, please cross check it. Okay, it is a study of women's writing by women. അതായത് അതിന്റെ മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആണുങ്ങൾ എഴുതിയിട്ടുള്ള, മെൻ എഴുതിയിട്ടുള്ള വർക്ക്സിനെ അനലൈസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ gynocriticism എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓർ സ്റ്റഡിയിങ് ദ works written by women, okay, focusing on female experience, a study of women's writing by women. Okay, next concept is othering. ഇത് orientalism എന്ന് പറഞ്ഞ വർക്കിൽ ഉള്ളതാണ്. It is same to orientalism എന്ന് പറഞ്ഞ concept. അതായത് എഡ്വാർഡ് സയദാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത് in his work Orientalism, which was published in the year 1978. ഓക്കെ, ഓറിയന്റലിസം എന്ന് പറയുന്നത് എന്താണ്, അതിന് തുടങ്ങും. ഓറിയന്റലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ
വെസ്റ്റേണേഴ്സിന്റെ ഒരു പെർസ്പെക്ടീവ്, ഹൗ ദി വെസ്റ്റേണേഴ്സ് സീ ദ ഈസ്റ്റ് അല്ലെങ്കിൽ ദ ഓറിയന്റ്. ഓക്കെ, ഓറിയന്റ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈഡ് ആണ്, അതായത് നമ്മുടെ ഈ ഏഷ്യ, സൗത്ത് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ഈ സൈഡ്. ഓക്കെ, വെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേണേഴ്സ്, വൈറ്റ് പീപ്പിൾ ഡോമിനേറ്റ് കൺട്രീസ്, യൂറോപ്പും അമേരിക്കയൊക്കെ. അപ്പൊ ദേ ഹാവ് ദിസ് നോഷൻ, അവര് കൊണ്ടുവന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്, അതായത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സോട്ടിക്, അവരുടെ വർക്കിലൊക്കെ ഈസ്റ്റിന് ഒരു എക്സോട്ടിക് ആയിട്ട്, അൺസിവിലൈസ്ഡ് ആയിട്ട്, ബാർബാറിക് ആയിട്ട്, സാവേജ് പീപ്പിൾ, അതേപോലെ പേഗനിസം, അതേപോലെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പോർട്രേ ചെയ്യുന്ന ആ ഒരു സംഭവം, ദാറ്റ് മെത്തേഡ് ഓഫ് പോർട്രേയിങ് ദ ഈസ്റ്റ് ലൈക്ക് ദാറ്റ്, ആസ് അല്ലെങ്കിൽ ദ ഓറിയന്റ് ആസ് exotic, അതാണ് ഓറിയന്റലിസം അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് പോർട്രേയിങ് colonized people of the east as exotic, inferior or alien by the westerners. ഓക്കെ, അപ്പൊ വെസ്റ്റേണേഴ്സിന്റെ വർക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഹൗ ദേ പ്രസന്റ് the east in their works. ഓക്കെ, അപ്പം othering എന്ന് പറയുന്നതും ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, Hegemony is the concept introduced by Antonio Gramsci. It is associated with Antonio Gramsci. അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ദ പ്രിസൺ നോട്ട്ബുക്സ് ആണ് വന്നിട്ടുള്ളത്. Hegemony describes the ways in which the ruling class maintains control through cultural and ideological means rather than purely through coercion. അതായത് ഫോഴ്സും മിലിറ്ററി ഒന്നും ഉപയോഗിക്കാതെ റൂളിംഗ് ക്ലാസ് എങ്ങനെയാണ് സാധാരണ ആൾക്കാരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. Okay, through ideological means and cultural means. Adana hegemony. Okay. Then hybridity, this is also a term associated with post-colonialism. It was coined by Homike Baba in his work, The Location of Culture, 1994. Hybridity is a hybrid. It is the mixture of cultures. Okay. Then ideological state apparatus, this is related to Marxism. This term was introduced by Louis Althusser in his work Ideology and Ideological State Apparatus. Within a term under RSA. Okay, now what is this ideological state apparatus? Institutions like education, religion, and media shape ideology without force. Okay, അപ്പം ideology shape ചെയ്യുന്ന സാധനങ്ങൾ education, religion, media, ഫോഴ്സുകളൊന്നും ഉപയോഗിക്കാതെ ideology influence ചെയ്യുന്ന institutions ആണ് ഏതൊക്കെ? education, religion, media. Okay, പിന്നെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ ഐഡിയോളജീസ് ഷേപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് RSA. ഓക്കെ, അതും അദ്ദേഹമാണ് കോയിൻ ചെയ്തത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടേം ഇസ് റൈസോം. ദിസ് വാസ് കോയിൻഡ് ബൈ ടു ഫിലോസഫേഴ്സ്, ഫ്രഞ്ച് ഫിലോസഫേഴ്സ്, ഗൈൽസ് ഡെല്യൂസ് ആൻഡ് ഫെലിക്സ് ഗോട്ടാരി in their work A Thousand Plateaus, Capitalism and Schizophrenia. Okay, this is very important work. Okay, rhizome refers to a non-hierarchical and non-linear network structure in which any point can connect to any other point, used as a model for understanding knowledge and culture. Then cultural capital, this term was coined by Pierre Baudelaire in his work Distinction, a Social Critique of Judgment of Taste. A cultural capital refers to a non-financial social assets. Okay, non-financial ആയിട്ടുള്ള social assets കളാണ് cultural capital എന്ന് പറഞ്ഞത്. അതായത് non-financial ആയിട്ടുള്ള സാധനങ്ങൾ, financial അല്ല, non-financial. Education, intellect, style of speech, dress that promote social mobility. Then gender performativity, this term was coined by Judith Butler in her book Gender Trouble, Feminism and Subversion of Identity. Gender performativity in the panel, it's a concept that gender identity is constructed through repeated performance. Repeated performance ലൂടെയാണ് ഒരു gender identity ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ത്രൂ innate ആയിട്ടുള്ള അല്ലെങ്കിൽ innate ആയിട്ടുള്ള ഒരു സംഭവമല്ല ജെൻഡർ ഐഡന്റിറ്റി. പെർഫോമേറ്റീവ്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസുകളിലൂടെയാണ് ഒരാളുടെ ബിഹേവിയർ, ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു ടേമിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. ഡിസ്കോഴ്സ്, ഡിസ്കോഴ്സ് എവിടെ കാണുകയാണെങ്കിലും അതിന്റെ ആളെന്ന് പറയുന്നത് മൈക്കൽ ഫൂക്കോ ആണ്. Okay, he coined this term. Michael Foucault coined the term discourse in his work The Archaeology of Knowledge, 1969. Discourse refers to the ways of constituting knowledge, along with social practices, forms of subjectivity, and power relations, which inhere in such knowledges and relations. Then panopticon, ഇത് കഴിഞ്ഞ ഒരു 3-4 നെറ്റ് എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ടേം ആണ് പാനോപ്റ്റിക്കോൺ. വെരി വെരി ഇമ്പോർട്ടന്റ് ടേം. ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് മൈ വേർഡ്സ്, യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ദീസ് ടേംസ്. ഏതെങ്കിലും ഒക്കെ ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു
മൂന്നാല് ടേംസ് എങ്കിലും നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മൂന്നാല് എന്നല്ല, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദീസ് ടേംസ് വിൽ ബി ആസ്ക്ഡ്. ഓക്കെ, പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞ ടേം ഇറ്റ് വാസ് കോയിൻഡ് ആക്ച്വലി അത് ജെറമി ബെന്തവുമായി ബന്ധപ്പെട്ടാണ്. അത് ജെറമി ബെന്തം എന്ന് പറഞ്ഞ ആളാണ് ആക്ച്വലി പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഒരു പ്രിസൺ മോഡലാണ് പാനോപ്റ്റിക്കോൺ. ഓക്കെ, അതായത് ഇങ്ങനെയാണ് സംഭവം. അന്നുണ്ടായിരുന്ന ഒരു പ്രിസൺ മോഡലാണ്. അതായത് ഒരു ടവർ ഉണ്ടാവും. ഓക്കെ, ഈ ടവറിന്റെ മുകളിൽ ഒരു റൂം ഉണ്ടാവും, ഒരു വാച്ച് റൂം, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു സർവൈലൻസ് റൂമാണ്. ഓക്കെ, ഇവിടുന്നാണ് അന്നത്തെ പ്രിസൺ മോഡൽ അവ ഇങ്ങനെയായിരുന്നു. അതായത് ഇങ്ങനെ ഒരു സെമി സർക്കിൾ രൂപത്തിൽ ഈ ഒരു ഷേപ്പിലായിരുന്നു, ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലായിരുന്നു അന്നത്തെ പ്രിസൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പ്രിസന്റെ, അതായത് എങ്ങനെയാണ് പ്രിസൺ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിസണിൽ എങ്ങനെയാണ് നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രിസൺ. സെൽസുകൾ ഇങ്ങനെ കുറെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദീസ് സെൽസ്, ഇതൊക്കെ കുറെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ കുറെ ഫ്ലോർസ് ഉണ്ടാവും. ഈ എല്ലാ സെല്ലിനെയും വാച്ച് ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ ടവറിനായിരിക്കും. 24 hour സർവൈലൻസ് ആയിരിക്കും. ഇത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രിസണേഴ്സിന്, അതായത് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് പ്രിസണേഴ്സിനെ വാച്ച് ചെയ്യുന്ന പ്രിസണേഴ്സ് അറിയുമ്പോൾ തന്നെ അവർ സ്വാഭാവികമായിട്ട് എന്താവും, അവരൊന്ന് വെൽ ബിഹേവ്ഡ് ആവും. ബിക്കോസ് ദേ നോ ദേ ആർ ബീങ് വാച്ച്ഡ്. പക്ഷേ ഈ റൂമിന്ന് ഈ ഒരു ടവറിലോട്ട് നോക്കുമ്പം അവർ കാണുന്നത് എന്താണ്, ആ സർവൈലൻസ് റൂമാണ്. അവർ വിചാരിക്കും ആ സർവൈലൻസ് റൂമാണ്, പക്ഷെ അതിലുള്ള ആളുണ്ടോ ഇല്ല എന്നുള്ളത് അവർ കാണുന്നില്ല. ഓക്കെ, പക്ഷെ അവിടെ ദേ ആർ കോൺസ്റ്റന്റ്ലി ബീങ് വാച്ച്ഡ് എന്നുള്ള ഒരു സംഭവം അവരുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ദ റിയാലിറ്റി ഈസ്, ഈ റൂമിൽ എപ്പോഴും ഈ ഒരു വാച്ച് റൂമിൽ എപ്പോഴും, ഈ ഒരു സർവൈലൻസ് റൂമിൽ എപ്പോഴും ഒരു പോലീസ് ഓഫീസർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവിടെ ഉണ്ടാവാറേ ഇല്ല. ഓക്കെ, അതായത് ഈ ഒരു സംഭവം ബിൽഡ് ചെയ്താൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ പ്രിസണേഴ്സ് ഒക്കെ എന്തായി, ഒന്നുകൂടെ ഡിസിപ്ലിൻഡ് ആയി. ബിക്കോസ് ദേ തോട്ട്, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താണ്, ദേ ആർ ബീങ് വാച്ച്ഡ് ഓൾ ദ ടൈം. അതുകൊണ്ട് അവർ നല്ല ബിഹേവിയറിലായിട്ട് അവിടെ ഇരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ് പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി എ സർവൈലൻസ് മോഡൽ. ഓക്കെ, Panopticon is a model of constant surveillance where people discipline themselves because they might be watched. ഇതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് CCTV ക്യാമറാസ്. ഓക്കെ, വി ഡോണ്ട് നോ വി ആർ കോൺസ്റ്റന്റ്ലി ബീങ് വാച്ച്. പക്ഷെ ക്യാമറ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പം സൊസൈറ്റിയിൽ സർവൈലൻസ്, ഐ മീൻ ഒബീഡിയൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സർവൈലൻസ് സിസ്റ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം വി നോ, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മളൊരു സ്ഥലത്തും പോയിട്ട് നമ്മൾ അവിടെ ആകെ മെസ്സ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്, ബിക്കോസ് വി ആർ ബീങ് വാച്ച്ഡ് ബൈ ദാറ്റ് ക്യാമറ. പക്ഷെ ആക്ച്വലി ആ ക്യാമറയുടെ പുറകിൽ എപ്പോഴും ഒരാളിരുന്ന് അവിടെ അങ്ങനെ നമ്മളങ്ങനെ വാച്ച് ചെയ്യണമെന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ആയിട്ട് ഈ സൊസൈറ്റിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്, ഈ വക സർവൈലൻസ് സിസ്റ്റംസ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് കൺസെപ്റ്റ് ഓഫ് പാനോപ്റ്റിക്കോൺ. ഓക്കെ, സോ ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഈ ഒരു കൺസെപ്റ്റ് ഇദ്ദേഹം തിയറൈസ് ചെയ്തിട്ട് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലാണ്. ഓക്കെ, then carnivalesque എന്ന് പറഞ്ഞ term, this term was coined by Mikhail Bakhtin in his work Rebellious and His World. Carnivalesque describes a literary mode that subverts and liberates the assumptions of the dominant style or atmosphere through humor and chaos. Then polyphony, this is again is coined by Mikhail Bakhtin in his work Problems of Dostoevsky's Poetics in 1929. Okay, പ്ലീസ് ടു മേക്ക് ഷുവർ ഈ മിഖായിൽ ഭക്തിന്റെ കുറെ ടേംസുകളുടെ ഹെട്രോഗ്ലോസിയ, പൊളിഫണി, ഇങ്ങനെ കുറെ ടേംസുകൾ ഉണ്ട്. അപ്പം മിഖായിൽ ഭക്തിന്റെ ടേംസ് പ്രത്യേകം നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ ഈ വർക്ക്സുകളും. ഓക്കെ, കാർണിവലസ്ക്യൂ, റെബാലിയാസ് ആൻഡ് ഹിസ് വേൾഡ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1965. ദെൻ പൊളിഫോണി എന്ന് പറഞ്ഞ വർക്ക് പബ്ലിഷ് ചെയ്തത് 1929 ആണ്. ഓക്കെ, പ്രോബ്ലംസ് ഓഫ് ദോസ്റ്റോവസ്കീസ് പോളിറ്റിക്സ്. പൊളിഫോണി എന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ വോയിസസ് ആൻഡ് പെർസ്പെക്ടീവ്സ് in a narrative, none of which are subordinated to a single authoritative perspective. അതായത് ഒരു വർക്കിൽ മൾട്ടിപ്പിൾ വോയിസസ് ഉണ്ടാവുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് പോളിഫണി എന്ന് പറഞ്ഞാൽ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ദിസ് ടേം വാസ് കോയിൻഡ് ബൈ വില്യം ജെയിംസ്. വില്യം ജെയിംസ് ആണ്, he was a psychologist. He coined this term in his work Principles of Psychology. Okay, പക്ഷെ ഈ കൺസെപ്റ്റ് പോപ്പുലറൈസ്ഡ് ആവുന്നത് നമ്മുടെ ജെയിംസ് ജോയ്സ്, വിർജീനിയ വൂൾഫ്, ഇവരുടെ ഒക്കെ വർക്കിലാണ് ഈ ഒരു ടേം പോപ്പുലറൈസ് ആവുന്നത്. ഓക്കെ, സോ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആക്ച്വലി എ നറേറ്റീവ് ടെക്നിക് റെപ്രസെന്റിംഗ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് തോട്ട്സ് ഇൻ എ ഹ്യൂമൻ മൈൻഡ്. നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞത് എന്താണ്, എപ്പോഴും സ്റ്റാറ്റിക് ആവില്ല, എപ്പോഴും ഒരു ഫിക്സ്ഡ് തോട്ട് ആയിരിക്കില്ല.
ഇപ്പൊ ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നാണ് എനിക്കൊന്ന് ഫുഡ് കഴിക്കണം. പിന്നെ എന്റെ മൈൻഡ് വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഇന്നലെ കണ്ട പടം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വീണ്ടും എന്റെ മൈൻഡ് വീണ്ടും പ്രസന്റിലോട്ട് വരികയാണ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇറ്റ്സ് എ സ്ട്രീം, ഒരു റിവർ ആണ്. ഇതിങ്ങനെ ഒരു എപ്പോഴും കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് തോട്ട്സ്, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നെവർ സ്റ്റാറ്റിക് ഓർ ഫിക്സ്ഡ്. അപ്പം ആ ഒരു രീതിയിലുള്ള നറേറ്റീവ് ടെക്നിക്, അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. അതായത് ഒരു സെന്റൻസ് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് വേറൊരു സംഭവത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അത് നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ ആണ് ഇത് കാണിക്കുന്നത്. ഇത് ജെയിംസ് ജോയ്സിന്റെയും വിർജീനിയ വൂൾഫിന്റെയും ഒക്കെ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. Then comes the important term culture industry. This term was introduced by Theodor Adorno and Max Horkheimer in their work Dialectic of Enlightenment. Okay, so the mass culture is standardized and commercially, the mass culture is standardized and commercial, controlling society ideologically. അതാണ് culture industry എന്ന് പറയുന്നത്. Okay, then interpellation, this is a term again coined by Louis Althusser, okay, in his work Ideology and Ideological State Apparatus. Interpellation is the process by which individuals are transformed into subjects through ideological structures. Okay, ideology എന്ന് പറയുന്നത് എന്താണ്? It cannot exist alone. അത് വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഐഡിയോളജി നിലനിൽക്കുള്ളൂ, അല്ലെ? ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ത്രൂ പീപ്പിൾ അല്ലെങ്കിൽ സബ്ജക്ട്സ് ഹു ബിലീവ് ഇൻ ഇറ്റ്. ഓക്കെ, ഇന്റർപെലേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഐഡിയോളജി അഡ്രസ്സസ് ഇൻഡിവിജ്വൽസ് and transforms them into subjects who recognize and accept that ideology. Okay, then simulacra, this is a term related to postmodernism. It was coined by Jean Baudelaire in his work Simulacra and Simulation. അതായത് copies with no original. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു വേൾഡിൽ ഇപ്പൊ ഉള്ളത് എന്താ, പോസ്റ്റ് മോഡേൺ വേൾഡിൽ ഉള്ളത് ഒരുപാട് കോപ്പീസ് ആണ്, വിച്ച് ഹാസ് നോ ഒറിജിനൽ. Okay, it replaces the reality itself, that is simulacra. Okay, then strategic essentialism, this term was coined by Gayatri Chakravarti Spivak in her work In Other Worlds. Okay, അതായത് ഒരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടെ ഒരു കൂട്ടം മാർജിനലി സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു ടെമ്പററി ഗ്രൂപ്പ് ഫോം ചെയ്യുക, അതാണ് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ഡിഫറെന്റ് റേസ് എന്ന്, ഡിഫറെന്റ് കാസ്റ്റ് എന്ന്, ഓക്കെ, ഡിഫറെന്റ് എത്നിസിറ്റി എന്നുള്ള പല സ്ത്രീകളും ഒരുമിച്ച് കൂടുന്നു. ഫോർ വാട്ട്? ഫോർ അവരുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫോർ ഇക്വാലിറ്റി. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഫോർ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. Then heteroglossia, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, മൈഖായൽ ബൈക്തിന്റെ ടേം ആണ്. This was introduced in dialogic imagination. Heteroglossia means existence of multiple voices, languages and perspectives within a single text. ഒരു സിംഗിൾ ടെക്സ്റ്റിന് തന്നെ മൾട്ടിപ്പിൾ വോയിസസ് ഉണ്ടാകും, ലാംഗ്വേജസ് ആൻഡ് പെർസ്പെക്ടീവ്സ്, ഇതാണ് ഹെറ്ററോഗ്ലോസിയ. ഓക്കെ, cyborg, this is another important term. This term was introduced by Donna Haraway in her work A Cyborg Manifesto. Very, very important. Recent ആയിട്ടുള്ള നെറ്റ് എക്സാംസിലൊക്കെ വന്നിട്ടുണ്ട് cyborg. Okay, cyborg theory explores the integration of humans with technology, challenging boundaries between human and machine and between physical and virtual identities. Okay, so with that we have almost covered 70 terms. Okay, നമ്മൾ almost 70 terms എങ്കിലും നമ്മളിപ്പോ കവർ ചെയ്തിട്ടുണ്ടാവും. Okay, so with that we are winding up this session here. Okay, so നെറ്റ് പെർസ്പെക്റ്റീവ് ഇനിയും കുറെ ടേംസ് ഉണ്ട്, ഇനിയും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഓക്കെ, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ടേംസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, സോ വിത്ത് ദാറ്റ് വി വിൽ വൈൻഡ് a session here. Okay. Okay, so see you in the next class. Thank you, everyone.